ലോകത്ത് നൂറുകണക്കിന് ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്, ഉപവിഭാഗങ്ങളുണ്ട്. പെന്തക്കോസ്ത് സഭകളിൽ തന്നെ ചെറിയ ചില ഉപദേശപരമായ വ്യതിയാനതകളുടെ പേരിൽ വ്യത്യസ്ത വീക്ഷണം പുലർത്തുന്ന ആളുകളുണ്ട്. രാത്രിയിൽ മാത്രം തിരുമേശ നടത്തണം എന്ന് ശഠിക്കുന്ന അപൂർവം സഭകളുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഒരു സഭയും ബൈബിള് തങ്ങളുടേതല്ല എന്ന് പറയാറില്ല. ഒരു ക്രൈസ്തവ സഭയും ബൈബിളിൻ്റെ പരിശുദ്ധി അതേ വിധത്തിൽ സൂക്ഷിക്കണമെന്നും എല്ലാവരും അതിൻ്റെ വക്താക്കളാണെന്നും ഒരു അവകാശവാദം സകല ക്രൈസ്തവ സഭകളും പറയാറുണ്ട്. ഞങ്ങളാണ് ബൈബിൾ കൃത്യമായി പഠിപ്പിക്കുന്നത് എന്ന് എല്ലാ ക്രൈസ്തവരും പറയാറുണ്ട്. ഇനി വേറെ ചിലർ പറയുന്നത് ബൈബിൾ ഞങ്ങളാണ് തന്നത്, പെന്തക്കോസ്തുകാരൊക്കെ അത് വ്യാഖ്യാനിക്കാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്ന ബാലിശമായ ചോദ്യമുണ്ട്. ബൈബിൾ തന്നത് ഒരു സഭയല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. ബൈബിൾ വായിക്കാനുള്ള അവകാശം ആരുടെയും ഔദാര്യമല്ല, ഇത് കൃപ കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതായാലും മനഃപൂർവ്വം ബൈബിളിൽ ഏതെങ്കിലും തരത്തിൽ തിരുത്തൽ വരുത്താൻ ശ്രമിച്ച രണ്ട് വിഭാഗം ആളുകളെ ഉള്ളൂ. അവരെ പേരങ്ങ് പറഞ്ഞു വിടാം. ഒന്ന്, നമ്മളുടെ ഈ ശമര്യക്കാരാണ്. ശമര്യക്കാർ ബൈബിളിൽ ഗുരുതരമായ തിരുത്തൽ വരുത്താൻ ശ്രമിച്ചു, പക്ഷേ അത് പരാജയപ്പെട്ടുപോയി. അത് നമ്മുടെ ചർച്ചയ്ക്ക് ഇപ്പോൾ ആധാരമല്ലാത്തത് കൊണ്ട് ഞാനത് വിടുന്നു. രണ്ടാമതായി, നമ്മുടെ സമകാലീനരായ ചിലർ ഈ ബൈബിളിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, റസൽ മതം എന്ന് വിവക്ഷിക്കുന്ന 1786 ആ കാലയളവിൽ മുതൽ ഇങ്ങോട്ട് 1914 1976 ഒക്കെയായി വികാസം പ്രാപിച്ച്, നൂറ്റാണ്ടുകൾ കൊണ്ട് വികാസം പ്രാപിച്ച യാഹ്വേ വിറ്റ്നസ്, യഹോവയുടെ സാക്ഷികൾ എന്നറിയപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ ബൈബിള് നമ്മുടെ ബൈബിളുമായി വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം തുറന്നു പറയേണ്ട ഒരു കാര്യമുണ്ട്. അവർ മാത്രമാണ് പരിഭാഷയിൽ എന്തെങ്കിലും ഒന്ന് സ്വന്തം നിലയിൽ എഴുതാൻ ശ്രമിച്ചവർ. അതൊന്ന് മനസ്സിലാക്കണം. അത് ഞാൻ അവരെ മോശക്കാരാക്കുകയല്ല. അവരങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് മോശമായ കാര്യമല്ലല്ലോ. അങ്ങനെയാണ്. ആ ചെയ്യുന്നതാണോ മോശം, ചെയ്തു എന്ന് പറയുന്നതാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഏതായാലും അത് ഞാൻ വിശദീകരിച്ചോളാം, ക്രമേണ വിശദീകരിച്ചോളാം. ശ്രദ്ധിക്കണം. ആദ്യം നമുക്ക് അവരെന്താണ് ഇത് ഇങ്ങനെ വിശദീകരിച്ച് മാറ്റാൻ കാരണമെന്നതിൻ്റെ ഒരു കാരണം പഠിക്കണമല്ലോ. മനസ്സിലാകാതെ വന്നപ്പോൾ ചെയ്തൊരു പണിയാണ് അത്. അതിലും വലിയ പൊല്ലാപ്പായി. എൻ്റെ കാരണം, ഒരു ഭാഗം തങ്ങളുടെ ഇഷ്ടത്തിന് വരുന്നില്ലെന്ന് കണ്ടാൽ തോന്നും വണ്ണം അതിനെ പരിഭാഷപ്പെടുത്തി വച്ചാൽ അതിലും വലിയ ചോദ്യങ്ങൾ അപ്പുറത്തുയരും, പരിഹരിക്കാൻ പറ്റാവരും. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് മാനുഷിക കൈകടത്തലുകൾക്ക് വിധേയമാകാൻ കഴിയാത്ത ഗ്രന്ഥമാണ്. ആര് ശ്രമിച്ചിട്ടും അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ മഹിമയെ നശിപ്പിക്കാനാവാത്തതാണ്. പണ്ട് ക്രിസ്തുവിന് 303 വർഷത്തിന് ശേഷം AD 303 റോം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അയാളുടെ പേര് ഡയോക്ലീഷ്യൻ എന്നായിരുന്നു. ഈ ഡയോക്ലീഷ്യൻ ചെയ്ത ഒരു കാര്യം, അന്നത്തെ ക്രൈസ്തവ സഭ അവരുടെ ആരാധനായിടങ്ങളിൽ ബൈബിൾ വായിക്കുന്നു എന്നറിഞ്ഞു. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും പക്കലിരിക്കുന്ന തരത്തിലുള്ള പ്രിൻ്റ് ചെയ്ത വഴികളൊന്നുമല്ല. മൃഗത്തിൻ്റെ തോലുകൾ സംസ്കരിച്ച്, പാപ്പിറസ് ചെടിയുടെ പൾപ്പ് സംസ്കരിച്ച്, മറ്റു പല ലിഖിത ഫോർമാറ്റുകളിൽ രേഖപ്പെടുത്തിയ ബൈബിളുകളാണെന്ന് പ്രചാരത്തിലിരുന്നത്. ഡയോക്ലീഷ്യൻ ഉത്തരവിട്ടു. 303 ഒരു ഫെബ്രുവരി മാസം 28-ാം തീയതി പ്രഭാതത്തിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും പെരുമ്പറയടിച്ച് വിളംബരം മുഴക്കി രാജാവ് ചക്രവർത്തി ഉത്തരവിട്ടു, ഒരാളുടെ പക്കലും ഈ ബൈബിളിൻ്റെ പ്രതി ഇരുന്നുകൂടാ. ഒറ്റയാളുടെ പക്കലെങ്കിലും ഈ പുസ്തകം കണ്ടാൽ അവൻ്റെ തല അവനെ ശിരച്ഛേദം ചെയ്യും. അതും വെറുതെയാവില്ല. മക്കളുടെ മുമ്പിൽ, ഭാര്യയുടെ മുമ്പിൽ തെരുവോരത്ത് കൊണ്ടുവന്നിട്ട് ഇവൻ്റെ ശിരസ് വെട്ടിക്കളയും, തലയറുത്ത് കളയും.
കിട്ടിയവരുടെയൊക്കെ പക്കൽ നിന്ന് ഡയോക്ലീഷ്യൻ്റെ പടയാളികൾ വേദപുസ്തകത്തിൻ്റെ അന്നത്തെ പതിപ്പുകൾ പിടിച്ചു വാങ്ങി. തെരുവോരങ്ങളിൽ അത് അഗ്നിക്കിരയാക്കി. റോമിൻ്റെ പലയിടങ്ങളിലും ആയിരക്കണക്കിനിടങ്ങളിൽ ഈ മൃഗത്തിൻ്റെ തോലുകളിലൊക്കെ എഴുതിയ ബൈബിളിൻ്റെ ആ അനുഗ്രഹിക്കപ്പെട്ട ചുരുളുകൾ തീജ്വാലകൾ ഏറ്റുവാങ്ങി അവ ചാരമായി കൈക്കുമ്പിളിൽ വാരിയെടുത്തു മാറ്റാവുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് നീങ്ങുമ്പോൾ ഡയക്ലീഷ്യൻ ചിന്തിച്ചു, ഭൂമുഖത്തു നിന്ന് ഏതാണ്ടിത് നിഷ്കാസിതമായി വിഭാടനം ചെയ്യപ്പെട്ടു. പക്ഷേ കഷ്ടിച്ച് 2 പതിറ്റാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ചക്രവർത്തി റോമിനെ ഭരിച്ചു, കോൺസ്റ്റന്റൈൻ. മഹാനായ കോൺസ്റ്റന്റൈൻ സുവിശേഷത്താൽ ആകൃഷ്ടനായപ്പോൾ ഒരു വിളംബരമിട്ടു. എന്തായിരുന്നു ആ വിളംബരം? ബൈബിളിൻ്റെ പ്രതികൾ ഏതെങ്കിലും ഒരാളുടെ പക്കലുണ്ടെങ്കിൽ പരിഭാഷകൾ സ്വീകരിക്കേണ്ടതിന്, പ്രതികൾ എടുക്കേണ്ടതിന്, അത് വീണ്ടും വീണ്ടും ജനകീയമാക്കേണ്ടതിന് ഒരു പുസ്തകമെങ്കിലും ഒന്ന് കണ്ടുകിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ധൈര്യത്തോടെ ആ പുസ്തകം കൊണ്ടുവരണം. 2 പതിറ്റാണ്ടുകൾ മാത്രമേ ആ താപജ്വാലകളിൽ ഈ ചാരമായി പുസ്തകം കിടക്കാൻ കാലം അനുവദിച്ചുള്ളൂ. അതിനെ കൊണ്ടുവരാൻ ആഹ്വാനം ചെയ്തപ്പോൾ അമ്പരപ്പിക്കുന്ന റിസൾട്ട്. തൊട്ടടുത്ത 48 മണിക്കൂറുകൾ കൊണ്ട് 25,000 പ്രതികൾ, 1-2 25,000 പ്രതികൾ എവിടെയാണ് സൂക്ഷിക്കപ്പെട്ടത്? അന്ന് മരണത്തെ ഭയമില്ലാത്ത ചങ്കുറപ്പുള്ള അനവധി ദൈവഭൃത്യന്മാർ ലോകത്തിന്റെ പലയിടങ്ങളിൽ ഉണ്ടായിരുന്നു. അവർ പുസ്തകത്തെ സൂക്ഷിച്ചത് അവരുടെ അലമാരയിലല്ല, ഹൃദയത്തിൽ ഈ പുസ്തകത്തെ ഏറ്റുവാങ്ങുന്ന 100 കണക്കിന് ക്രിസ്തുവിന്റെ സഹന സമര ഭടന്മാർ ലോകത്തിന്റെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. മരണത്തെ ഭയമില്ലാതെ ഈ പുസ്തക ചുരുൾ അവർ സൂക്ഷിച്ചു വെച്ചു. അറസ്റ്റ് വരിക്കേണ്ടി വന്നാൽ, ആക്രമണം നേരിടേണ്ടി വന്നാൽ തലകുനിക്കാനാവാത്ത നിശ്ചയദാർഢ്യത്തോടെ അവർ ഈ പുസ്തകത്തിന് വേണ്ടി നിന്നെങ്കിൽ വിശുദ്ധന്മാർ ഒരിക്കലായി ഭരമേൽപ്പിച്ച ഈ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് നിൽക്കാൻ മനസ്സുള്ളവരെ ഇന്ന് രാത്രി ദൈവം തിരയുന്നു. തങ്ങൾ ഏകാഗ്രചിത്തന്മാർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഊടാടി സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ കണ്ണുകൾ അവരുടെ മീതെ പതിയുന്നു. ദൈവം നമ്മെക്കൊണ്ട് മഹത്വം വലുതുമായ പ്രവൃത്തികൾ ചെയ്യുന്നു. ആ പ്രവൃത്തിക്ക് നാം നമ്മെ സമർപ്പിക്കുകയേ വേണ്ടോ. ഹല്ലേലൂയ. അങ്ങനെ ആര് തിരുത്തിയാലും ആര് കത്തിച്ചാലും അങ്ങനൊന്നും തകരാത്ത, നശിക്കാത്ത ഒരതുല്യ കൃതിയാണ് ഞാൻ നിങ്ങളും നെഞ്ചേറ്റിലാളിക്കുന്ന നമ്മുടെ രക്ഷയുടെ മാർഗദർശനമായ നിന്റെ വചനം എൻ്റെ കാലിന് ദീപം, എൻ്റെ പാതയ്ക്ക് പ്രകാശം എന്ന അഭിമാനത്തോടെ പറയുന്ന ഈ ഉത്കൃഷ്ട ഗ്രന്ഥം ഇത് കയ്യിലെന്തിയവരെ പറയട്ടെ. 1-2 പേരല്ല, ജനകോടികൾ ഈ പുസ്തകം കയ്യിലെന്തിയതിന്റെ പേരിൽ സിംഹങ്ങളുടെ മുമ്പിൽ വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്, ചുണ്ണാമ്പ് ചൂളകളിൽ മുക്കിക്കൊന്നിട്ടുണ്ട്. ഞാനിന്ന് പ്രസംഗിക്കുന്ന രാത്രിയിലും ഈ പുസ്തകം കയ്യിലെന്തിയ 100 കണക്കിന് ആളുകളെ മതഭ്രാന്തന്മാർ ഛത്തീസ്ഗഡിന്റെ മണ്ണിൽ കത്തിച്ച് ചാമ്പലാക്കുന്നുണ്ട്. അവിടെ ഒന്നും കീഴടങ്ങാത്ത അതിശക്തമായ ഈ പ്രമേയം ഈ രാത്രി ഭയമായി ഞാനും നിങ്ങളും ഈ ഗ്രാമത്തിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ഈ മഹത്തര വചനമാ ഈ രാത്രി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ വചനം വിശ്വസിക്കുന്നവർക്ക് രോഗശാന്തിയാണ്. ഈ വചനം ഉൾക്കൊള്ളുന്നവർക്ക് ഇതുവരെ സംഭവിച്ച ജീവിത പരാജയങ്ങളിൽ നിന്ന് ഉന്മേഷമാണ്. തോറ്റു തകർന്നു പോയവർക്ക് ഒരു വഴിയുമില്ല എന്ന് ചിന്തിച്ചവർക്ക് ഇതാ പുതുവഴിയായി ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നമുക്ക് ആ വചനത്തെ സ്നേഹിക്കാം, നമുക്ക് ആ വചനത്തെ ഹൃദയത്തിൽ ഉയർത്താം. ഇതിലെ മഹത്തരവും ആധികാരികവുമായ ഒരു ചിന്തയാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഒന്ന് പോകാം. ഈ വചനത്തിൽ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. മാത്തുക്കുട്ടി അനങ്ങി അവിടെ ഇരുന്നോടെ. മാത്തുക്കുട്ടി എന്നല്ല എൻ്റെ പേര്. മാത്തുക്കുട്ടിയല്ലേ നീ? അത് നീയാണോ മാത്തുക്കുട്ടി? ആരാ ഈ മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ ആളാരാ? നീയാണോ? ഇവനാണോ? ആരാണല്ലേ അനങ്ങായിരുന്നു? ഞാൻ വന്നപ്പോൾ മുതലൊരു കാര്യം പ്ലാനിട്ടാ. എന്താണെന്നറിയോ? നിങ്ങൾ 2 ആൾ ഇവിടെ മഹാപ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് അവിടെ നിന്ന് പോരുമ്പോഴേ മനസ്സിലായി. വീട്ടിൽ നിന്ന് വരുമ്പോഴേ ഞാൻ എല്ലാം ബന്ധിച്ച് പ്രാർത്ഥിച്ചാ വന്നത്. എൻ്റെ ഇപ്പോൾ കുഞ്ഞ് ഡീസൻ്റായി, അതൊക്കെ പോയി. പ്രാർത്ഥന ഏറ്റവും അമ്മമാർ ഡീസൻ്റായി. ഇനിയൊരു കാര്യമുണ്ട്, വേറൊരു ക്രമീകരണമുണ്ട്. ഇനി എങ്ങാനും
ഈ ഫ്രണ്ടിലിരുന്ന് അലസത കാണിച്ചാൽ, എന്തെങ്കിലും വിക്രിയ കാണിച്ചാൽ, ഇവളുമാരിൽ ഒരാളെ കൊണ്ട് നിന്നെ കെട്ടിക്കും. അതിനാ വെള്ളം ഉടുപ്പിട്ട് അങ്കിൾ വന്ന്. മനസ്സിലായോ? എന്തിനാണെന്നറിയോ? തെറ്റ് ചെയ്യുന്നവർക്കുള്ള ശിക്ഷ കല്യാണം. ഈ പ്രസാദങ്ങളിലൂടെയൊക്കെ ചോദിച്ച് അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ട് എന്നാണ്? പിടികിട്ടിയോ? അത് അനുഭവിക്കണം. ജീവപര്യന്തം തടവിനേക്കാൾ ചിലത് ഏറ്റുപോയി കഴിഞ്ഞുണ്ടല്ലോ, അത് ഇണങ്ങിയ കേസാണ്. അതുകൊണ്ട് കുടുംബഭാരം ചുമക്കാൻ ആഗ്രഹമുണ്ടോ ഇപ്പോഴേ? ഇല്ലല്ലോ. അനങ്ങായിരി അവിടെ. നിങ്ങളോടാണ് പറഞ്ഞു, ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കില്ല, പറഞ്ഞു കേട്ടല്ലോ. ശരി, നമുക്കിനി മുമ്പോട്ട് പോയാൽ അവർ ഡീസൻ്റായി, ഇനി നമ്മൾ ഡീസൻ്റായാൽ മതി. കല്യാണം കഴിച്ചവർ കേട്ടോ, അവർ നീറ്റായി. ഈ കുഞ്ഞുങ്ങൾ വളരെ ഡീസൻ്റായിട്ടിരിപ്പുണ്ട്. അവളുമാർക്ക് താല്പര്യമില്ല, വളരെ ഡീസൻ്റാണ്. പോട്ടെ. അപ്പം നമ്മുടെ വിഷയത്തിൽ വരാം. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് ചുരുക്കി പറയാം, വചനം സമം ദൈവം. എളുപ്പമില്ലേ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ വചനം തന്നെ ദൈവം. പക്ഷെ അടുത്തത് വചനം ദൈവത്തോടുകൂടെയായിരുന്നു. ദൈവം ദൈവത്തോടുകൂടെയോ? കണ്ടോ? ഇതാ ഞാൻ പറഞ്ഞ സംശയം വരുമെന്ന്. പിടികിട്ടിയോ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു. അപ്പോൾ വചനം ദൈവമാണെങ്കിൽ ദൈവം ദൈവത്തോടുകൂടെയോ? ഇതാ ചോദ്യം, ഇതാ സംശയം. ഈ സംശയം പലർക്കുണ്ടായി. അതുകൊണ്ട് യാഹ്വേ വിറ്റ്നസിൻ്റെ പുതുലോക ഭാഷാന്തരം ന്യൂ വേൾഡ് ട്രാൻസ്ലേഷനിൽ അവർ ഇത് പരിഹരിക്കാനൊരു പണി നടത്തി. അവരുടെ ബൈബിൾ എടുത്താൽ ഇങ്ങനെ കാണാം: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനവും ഒരു ദൈവമായിരുന്നു. ഈ എന്നുള്ളത് ഒരു എന്നുള്ളതും അവർ ഫ്രീ ആയിട്ടിട്ടതാണ്. മനസ്സിലല്ലേ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനവും ഒരു ദൈവമായിരുന്നു. ദൈവമായിരുന്നില്ല, വചനവും ഒരു ദേവനായിരുന്നു. ദേവൻ. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. അതായത് ദേവൻ ദൈവത്തോടു കൂടെ എന്ന് പറഞ്ഞാൽ വലിയ അപകടമില്ല. ദൈവം ദൈവത്തോടു കൂടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ഈ പ്രശ്നത്തിൻ്റെ ചുരുളഴിക്കാൻ ലോകത്തൊറ്റ യൂണിറ്റേറിയനും കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക സത്യം വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് മാത്രം ആ ചുരുളും അതിൻ്റെ പൊരുളും തിരിച്ചറിയാൻ പറ്റൂ. ഹല്ലേലൂയ. അപ്പം വിശുദ്ധ ത്രിയേകത്വത്തെ പറ്റിയുള്ള ഏറ്റവും പ്രാക്തനമായ പൗരാണികമായ സൂചനയാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു. അപ്പോൾ ആളുകളുടെ ചോദ്യം ചോദിക്കും, ഈ ത്രിയേകത്വം എന്നൊരു പദം ബൈബിളിലുണ്ടോ? അങ്ങനൊരു പദമൊന്നും ബൈബിളിലില്ല. ഇല്ലാത്ത പദം ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കണ്ടോ? അങ്ങനെ പദം ഇല്ലാന്നേ സംശയിക്കണ്ട. പിന്നെ നിങ്ങൾ എന്തിനാ തൃത്വം ത്രിയേകത്വം എന്ന് പറയുന്നേ? ബൈബിളിൽ ത്രിയേകത്വം ഉള്ളതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ എന്താ ഈ ത്രിയേകത്വം? വളരെ നിസാരം, വളരെ എളുപ്പം. നിസാരമല്ല, എളുപ്പത്തിൽ മനസ്സിലാകാം. എന്നോട് ചോദിക്കുക, ആരാണ് താങ്കളെ തൃത്വം പഠിപ്പിച്ചത്? ഞാൻ പറയും യേശു ക്രിസ്തുവാണ്. എന്താ കാര്യം? യേശുവാണ് പറഞ്ഞത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത് തന്നെ തൃത്വം. മനസ്സിലായില്ല? അതാണെന്ന് തൃത്വം, വേറെ ഒന്നുമല്ല. വേറെ വല്ല വ്യാഖ്യാനം ഉണ്ടോ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അതാണ് ത്രിയേകത്വം. ആ പദമില്ലാത്തതാണ് പ്രശ്നം. ഇനി ബൈബിളിൽ ഇല്ലാത്തതും ക്രൈസ്തവ വിശ്വസിക്കുന്നതുമായ ചില പദങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാം. തിരുവത്താഴം ബൈബിളിലില്ല. സർവവ്യാപി ബൈബിളിലില്ല. ദൈവം സർവവ്യാപിയാണെന്ന് ബൈബിളിലില്ലെന്ന്. മനസ്സിലായോ? ഇനിയും പറയാം, ഉൽപ്രാപണം ബൈബിളിലില്ല. തത്തുല്യ പദങ്ങളൊക്കെ ഉണ്ട്. ഇനി എല്ലാത്തിലുപരി
ബൈബിളിനെ ബൈബിളെന്ന് വിളിച്ചു തുടങ്ങിയതേ 1382 ശേഷമാണ്. മനസ്സിലായില്ലേ? ബൈബിളിന് ബൈബിളെന്ന് പേരിട്ടത് ഇംഗ്ലണ്ടുകാരനായ ജോൺ വിക്ലിഫാണ്. ബൈബിളിലെങ്ങും ബൈബിളെന്നില്ല. ഞാനിത് പറഞ്ഞപ്പോൾ ഒരു മാനൻ എന്നോട് പറഞ്ഞു, ബൈബിളിൽ ഞാൻ ബൈബിളെന്ന് കാണിച്ചു തരാമല്ലോ. കാണിക്കുക. പുള്ളി 1-ാമത്തെ പേജ് എടുത്ത് തുറന്ന് കാണിച്ചു തന്നു. ഇതേ കിടക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വേറൊരു പേര് കാണിച്ചു തരാം, മഹാത്മാഗാന്ധി. അതേ പേജിൽ തന്നെ ഉണ്ട്. മഹാത്മാഗാന്ധിയുടെ പേര് ബൈബിളിലുണ്ട്, സംശയിക്കേണ്ട. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, മഹാത്മാഗാന്ധി റോഡ്, ബാംഗ്ലൂർ. കണ്ടില്ലേ? ഇതുപോലെയുള്ളൂ. അപ്പോൾ ബൈബിളിൻ്റെ ചരിത്രം പലർക്കും അറിയില്ല. അത് ഗ്രഹിക്കാതെ ഇതിലെങ്ങനെ ഈ പദങ്ങൾ വന്നു എന്നറിയില്ല. ഇതൊന്നും ഗ്രഹിക്കാതെ ചുമ്മാ അതും ഇതും വിളിച്ചു പറയരുതേ. അപ്പോൾ ട്രിനിറ്റി ബൈബിളിൻ്റെ പ്രാർത്ഥന ഘട്ടം മുതലുണ്ട്, ഓൾഡ് ടെസ്റ്റമെൻ്റ് മുതലുണ്ട്. ഞാനത് എൻ്റെ വിഷയം എന്ന ട്രിനിറ്റി അല്ല, ആ വഴിക്കൊന്ന് വരേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായി സൂചിപ്പിച്ചതാണ്. അപ്പോഴിവിടെ ഈ ഉള്ളടക്കത്തിലേക്ക് നേരെ കിടക്കണം. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഏതാദിയിൽ? എന്തിൻ്റെ ആദിയിൽ? ഈ ആദിയിൽ എന്ന് പറയുന്നതിൻ്റെ ഗ്രീക്ക് ശബ്ദം ആർക്കേ, NRK. ആദിയിൽ വചനമുണ്ടായിരുന്നു. എന്തിൻ്റെ ആദിയിൽ? ഉൽപ്പത്തിയിൽ പറയുന്നു, ബെറിഷിത് ബാറാ എലോഹി യത് ഹാ ഷമായി വേഹ ഇററ്റ്സ് എന്ന് വെച്ചാൽ ആദിയിൽ എലോഹിയും സ്വർഗങ്ങളും ഭൂമിയും ഉണ്ടാക്കി. ആകാശഭൂമി നല്ല ശരി പരിഭാഷ. ആദിയിൽ എലോഹിയും സർവശക്തൻ സ്വർഗങ്ങളെയും, ബഹുവചനമാ, ഭൂമിയെയും ഉളവാക്കി. ഇംഗ്ലീഷ് കുറെ കൂടി വ്യക്തമാ. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്, നോട്ട് ഹെവൻ, ഹെവൻസ് ആൻഡ് എർത്ത്. തത്തുല്യ എബ്രായ പദമാണ് ഷമായി. ദൈവം ആദിയിൽ ഷമായിമിനെയും എർത്തിനെയും, അതായത് ഈ ഭൂമിയെയും സൃഷ്ടിച്ചു, ഉളവാക്കി. അങ്ങനെയെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ ഒരു ചരിത്രം തുടങ്ങാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നൊരു വരയിട്ടാൽ അങ്ങനെ മുമ്പോട്ട് പോകുക. ആദിയിൽ ദൈവം സൃഷ്ടിച്ചു, അതാ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ നിന്ന് ഇങ്ങനെ പോയി അന്തമില്ലാതെ പോകുന്ന ഒന്നല്ല ബൈബിളിൻ്റെ ചരിത്രം. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനിട്ട ഈ വര ഞാൻ തന്നെ മായ്ക്കുന്നു. കാരണം ആദിയിൽ എന്ന ഉൽപ്പത്തിയിലെ പ്രയോഗം നിങ്ങൾക്ക് എവിടെയാണ് സ്ഥാപിക്കാൻ സാധിക്കുന്ന അറിയണ്ടേ? ഒരു രേഖ വരച്ചിട്ട് ആ രേഖയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് ആദി എന്നത് കുത്താൻ കഴിയില്ല. കാരണം അതിനു മുമ്പും ദൈവമുണ്ടായിരുന്നു, അതിനു മുമ്പ് ദൂതഗണങ്ങളുണ്ടായിരുന്നു, അതിനു മുമ്പ് ദൈവത്തെ ആരാധിക്കുന്ന സംവിധാനമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആദി എന്താ? ആ ആദിയും ആ ബിഗിനിങ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ നിങ്ങളെ കൊണ്ട് ഇന്നത് കണ്ടുപിടിപ്പിച്ചിട്ടിരിക്കും. വളരെ എളുപ്പമാണ്. അതിനൊരു പണിയുള്ളൂ. നമുക്ക് ഈ രേഖ മാറ്റിയിട്ട് ഒരു വൃത്തം വരച്ചാട്ട മനസ്സിൽ ഒരു വൃത്തം വരച്ചിട്ട് അതിൻ്റെ തുടക്കമൊന്ന് കണ്ടുപിടിക്കാമോ? രേഖയുടെ തുടക്കം എവിടെങ്കിലും കണ്ടുപിടിക്കാം, ഒരു വൃത്തത്തിൻ്റെ തുടക്കം കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷെങ്കിൽ നമുക്കിവിടെ ഒരു തുടക്കം സൃഷ്ടിക്കാം. ഈ വൃത്തത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വരയിൽ കുത്താം. ഈ വരയിൽ കുത്തിയാൽ അതാ ഉൽപ്പത്തിയിലെ ആദി പുറകെ കിടപ്പുണ്ട്. പക്ഷെ മറ്റേത് ചരിത്രത്തിൽ നിന്നും വിഭിന്നമായി നിങ്ങൾ സഞ്ചരിച്ച് വരുന്നത് വീണ്ടും പഴയ സ്ഥലത്ത്. എന്താ ഇങ്ങനെ പറയാൻ കാരണം? പറയാം. മനുഷ്യൻ സ്ഥലം, കാലം എന്നിവയ്ക്ക് വിധേയനാണ്. ദൈവം സ്ഥലത്തിനും കാലത്തിനും വിധേയനല്ല. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യവും അവസാനവുമില്ലാത്തത് വൃത്തം കണക്കെ നാം ചരിത്രത്തെ എടുത്തു പഠിച്ചാൽ മനസ്സിലാകും. ഒന്നും നേരെ മുമ്പോട്ട് പോകുകയല്ല, തിരികെ പിന്നിലേക്ക് ഈ വൃത്തം ഇങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. അത് ദൈവജ്ഞാനത്തിൻ്റെ സമ്പൂർണതയായി നിരന്തരം ചലിക്കുന്ന ആ ചരിത്രത്തിൻ്റെ ചക്രമായി അതിങ്ങനെ പ്രശോഭിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ഭാഗത്ത് കുത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ യോഹന്നാൻ പറഞ്ഞതോ അതിൻ്റെ പിന്നിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു.
എവിടെ? നിങ്ങൾ കുത്തിയ ആ പോയിന്റിന് പിന്നിൽ വചനമുണ്ടായിരുന്നു. വചനം അന്ന് ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. എന്തിനാണ് ഉപദേശി ഇങ്ങനെ പറയുന്നതെന്നല്ലേ? ഈ വൃത്തം ഞാൻ ഇട്ടൊന്നുമല്ല. പിന്നെ പറയാം, ഇത് യേശു തന്നെ ഇട്ടതാണെന്ന്. കർത്താവ് അങ്ങനെ ഒരു വൃത്തം ഇട്ടോ? ഇട്ടെന്നേ. എങ്ങനെ? പറയാം. നമ്മൾ നിത്യത മുമ്പോട്ട് ചിന്തിക്കുമ്പോൾ യേശുവിന് നിത്യത മുമ്പോട്ടുമല്ല പുറകോട്ടുമല്ല. കാരണം യേശു കർത്താവ് സമയത്തിന് വിധേയനല്ല, ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ലാത്തവൻ. അതാ കർത്താവിൻ്റെ പ്രത്യേകത. കാലം ബാധിക്കുന്നില്ല അവനെ, കാലത്തിന് അവൻ വിധേയനാകുന്നില്ല. കാലത്തിന് വിധേയനായി എപ്പോൾ? 33.5 വയസ്സ് വരെ. അതിനു മുമ്പുള്ള കാലത്ത് എടുത്താൽ കാലത്തിന് വിധേയനാകാത്ത, പ്രായാധിക്യം ബാധിക്കാത്ത, യാതൊരു തരത്തിലും കാലവും സമയവും ബാധിക്കാത്ത ആ ദൈവപുത്രൻ ഒരിക്കലും കാലത്തെ മുമ്പോട്ട് നയിക്കുന്നുവെന്നോ പുറകോട്ട് നയിക്കുന്നുവെന്നോ പറയാൻ പറ്റില്ല. പിന്നെങ്ങനെ? പറയാം. ഈ വൃത്തമിട്ട കാര്യം ഞാൻ പറയാം. എങ്ങനെയെന്നറിയണ്ടേ? പ്രിയരെ, യേശു ഗത്സമനയിൽ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന കൃത്യമായി യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നറിയണ്ടേ? പ്രാണവേദനയിലായ കർത്താവ് അറസ്റ്റ് വരിക്കാൻ തുടങ്ങുക ഒരു പ്രാർത്ഥന. അവിടുന്ന് 2-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, പിതാവേ, സ്ത്രീയെ, എൻ്റെ നാഴിക വന്നിട്ടില്ല. ഇതാ പറഞ്ഞേ. ഇടയ്ക്കിടയ്ക്ക് പറയും അവൻ്റെ നാഴിക വന്നിട്ടില്ലായിരുന്നു. എന്നാലേ 17-ാം അധ്യായത്തിൽ പറയുക, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. ഈ നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഇത്രയും പറഞ്ഞ കർത്താവ് ഒന്ന് പറഞ്ഞു, പിതാവേ, ലോകാരംഭത്തിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ ചേർക്കണം. മോശ ഉൽപ്പത്തി എഴുതുമ്പോൾ ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ, ചന്ദ്രനെ സൃഷ്ടിക്കുമ്പോൾ, ആകാശത്തെ സൃഷ്ടിക്കുമ്പോൾ, ചരാചരങ്ങളെ സൃഷ്ടിക്കും മുമ്പ്, പിതാവേ, എനിക്ക് തിരുമുമ്പാകെ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന ആ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണം, എന്നെ അവിടേക്ക് തിരികെ എത്തിക്കണം. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ മഹത്വം എങ്ങനെയെന്നറിയാൻ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ പുത്രന്റെ നിത്യതയിലെ പദവി പറയുന്നുണ്ട്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ ശുദ്ധ പളുങ്കിനൊത്ത ഒരു കണ്ണാടിക്കടൽ, ദൈവത്തിന്റെ സിംഹാസനം, ദൈവത്തിന്റെയും, അവിടെ പറയാണ്, ഞാൻ നോക്കുമ്പോൾ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ പുറപ്പെടുന്നു. ആ പുറപ്പെടുന്ന കണ്ണാടിക്കടലിൽ മുമ്പാകെ യഹോവയുടെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിത്യതയിൽ ദൈവദാസനം കണ്ട ദർശനത്തിൽ യഹോവയുടെ ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്, ദൈവത്തിന്റെ പുത്രനുണ്ട്, ദൈവപിതാവുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ നിത്യതയിൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്കാണ് വെളിപ്പാട് പുസ്തകക്കാരന്റെ മനന വ്യാപാരങ്ങളെ ദൈവം കൊണ്ടെത്തിക്കുന്നതെങ്കിൽ, ദൈവമേ, അതായിരുന്നു ലോകാരംഭത്തിന് മുമ്പ് പുത്രന് പിതാവിൻ്റെ അരികിലുള്ള മഹത്വം. ചുരുക്കി പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം പറിച്ചെടുത്ത് ഉൽപ്പത്തിക്ക് പിന്നിൽ സ്ഥാപിച്ചാൽ ഇതിൻ്റെ ഉത്തരം കിട്ടും. ഈ വൃത്തം ഇപ്പോൾ കൃത്യമായി കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നിത്യത എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന നിത്യതയിലേക്ക് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ചെല്ലുന്നത് എവിടെയാണെന്നറിയണ്ടേ? ഉൽപ്പത്തിക്ക് പിന്നിൽ ദൈവപുത്രൻ മഹത്വത്തിൽ പിതാവിനോടൊപ്പം വസിച്ച ആ മനോഹാരിതയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്ത് ചെല്ലുന്നത്. പഠന സൗകര്യാർത്ഥം നമ്മൾ പറയും പൗരാണിക നിത്യത, വരാനിരിക്കുന്ന നിത്യത എന്നൊക്കെ പറയുമെങ്കിലും വാസ്തവത്തിൽ നിത്യത ഒന്ന് മാത്രമേ ഉള്ളൂ. ആ നിത്യതയിലേക്ക് നമ്മൾ ഇങ്ങനെ തിരികെ ചെല്ലും. ആ കാലഘട്ടത്തിൽ ദൈവപിതാവും ദൈവപുത്രനും ദൈവപരിശുദ്ധാത്മാവും ഒന്നിച്ചുള്ള മനോഹരമായ മഹത്വപൂർണമായ ഒരു സന്ദർഭം. അവിടെ ദൂതഗണങ്ങളിൽ ഒരു പറ്റം ഈ ആരാധനയുടെ രംഗം കണ്ടു, ആ മഹത്വം കണ്ടു. ദൂതഗണങ്ങൾ പല ടൈപ്പാണ്, ശ്രദ്ധിക്കണം. അതിലൊരു കൂട്ടർ ദൈവമുഖത്തേക്ക് നോക്കി തങ്ങളുടെ വാക്കുകളെ ഉരുവിടുന്നു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ, കസേര എടുക്കുന്ന കണ്ടിട്ടില്ലാത്തൊരു നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങനാണ് കണ്ടല്ലോ, എന്നെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഇവിടെ പറയാം ശരിക്കൊന്ന് കാണിക്കണം കേട്ടോ. ഞാനത് ഒത്തിരി കണ്ടിട്ടുണ്ട്, അവിടെ ശ്രദ്ധിക്കാൻ. ഞാൻ ആദ്യം കാണുന്ന കാഴ്ചകളൊക്കെ മനുഷ്യൻ ശ്രദ്ധിച്ചു, കണ്ടില്ലെങ്കിൽ മാത്രം എഴുന്നേറ്റ് നോക്കണോ? നോക്കിയോ,
ഞാനങ്ങനെ അലമ്പുണ്ടാക്കുന്ന ഒരാളൊന്നുമല്ല. അതിന് നിങ്ങളെ വഴക്ക് പറയത്തൊന്നുമില്ല. ആ ടെംപ്ടേഷൻ അങ്ങ് മാറട്ടെ. അതിന് മാറിയില്ലേ? ആ, ഇനി നമുക്ക് തിരിച്ചു വരാം. ഈ ദൂതഗണങ്ങളിലൊരു വട്ടം ദൂതഗണങ്ങളിലൊരു വട്ടം ദൈവത്തെ ആരാധിക്കുന്ന രീതിയുണ്ട്. ദൈവമുഖത്തേക്ക് നോക്കിയിട്ട് അവർ പറയും, അവരുടെ പ്രത്യേകത പറയുന്നുണ്ട്. 6 ചിറകുണ്ടായിരുന്നു, 2 കൊണ്ടവർ മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ. അത് പലരും ശ്രദ്ധിക്കാറില്ല. ദൈവത്തോടല്ല പറഞ്ഞത്, ഒരുത്തനോട് ഒരുത്തൻ. ഞാൻ ഈ രംഗം മറ്റൊരളവിൽ പറയാം. വെൽ ഡിസിപ്ലിനേറിയനായ ഒരു പ്രിൻസിപ്പൾ വരുന്നു. കുട്ടികൾ വാഗമരത്തിൻ്റെ മുമ്പിൽ കഥ പറഞ്ഞ് നിൽക്കുക. ഈ മാഷിങ്ങോട്ട് വരുമ്പോൾ മാഷിൻ്റെ സാന്നിധ്യം അടുത്തേക്കടുത്തേക്ക് വരുമ്പോൾ ആദ്യം കണ്ട പുള്ളി ഈ ബുക്ക് കൊണ്ട് മുഖം മറച്ചിട്ട് കൂട്ടുകാരനോട് അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ അടുത്ത് കൂട്ടുകാരോട് പറയുക, സാർ വരുന്നു, സാർ വരുന്നു, സാർ വരുന്നു. ഇതേ വിധത്തിൽ ഇവർ ഒരുത്തനോടൊരുത്തൻ ദൈവത്തിൻ്റെ പരിശുദ്ധി കണ്ടിട്ട് 3 ആവർത്തി പറയും, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടെ ഒരു പോസ് അല്ലെങ്കിൽ ഒരു നിമിഷം നിർത്തിയിട്ട് ഈ താളം ആവർത്തിക്കും. കാരണം 3 പേർക്ക് വേണ്ടി ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, ഗോഡ് ദ ഫാദർ യു ആർ ഹോളി, ഗോഡ് ദ സൺ യു ആർ ഹോളി, ഗോഡ് ദ ഹോളി സ്പിരിറ്റ് യു ആർ ഹോളി, ഹോളി 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 എന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരുപോലെ ഇങ്ങനെ അതിൻ്റെ മഹനീയത വർണ്ണിച്ചു പരസ്പരം വർണ്ണിച്ചു കൊണ്ടിരിക്കവേ മറ്റൊരു ഗ്രൂപ്പുണ്ട്. അവർ ഈ കാഴ്ചക്കൊപ്പം വിസ്തൃത പ്രപഞ്ചത്തിലേക്ക് നോക്കി, സൂര്യചന്ദ്രാദികളെ നോക്കി, വിശാല സമുദ്രത്തെ നോക്കി, ആർത്തലക്കുന്ന തിരമാലകൾ കലിതുള്ളി കരക്കേക്കടുക്കുമ്പോൾ പഞ്ചസാര മണലുകൾക്ക് സമാനമായ മണ്ണ് വിരിച്ചിട്ട് ഇവിടെ നിന്റെ ഗർവമടങ്ങും, ഇതിൻ്റെ കരയ്ക്ക് നിനക്ക് കടക്കാനാവില്ല എന്ന് പറഞ്ഞ് അതിർ വിരിച്ചിരിക്കുന്ന കാഴ്ച കണ്ടു. കോടാനുകൂടി ഗോളങ്ങളുടെ തേജോപൂരിതമായ ആ കാഴ്ച കണ്ടു. അവയുടെ ഭ്രമണങ്ങൾ കണ്ടു, സംക്രമണങ്ങൾ കണ്ടു. സ്വന്തം ഓർബിറ്റലിലൂടെ സഞ്ചരിക്കുന്ന 1000 കോടി താരാപഥങ്ങളെ കണ്ടു. കണ്ടിട്ട് ഈ സൃഷ്ടിയുടെ മഹത്വം വാഴ്ത്തിക്കൊണ്ട് ഇവർ പാടും, സകല പ്രപഞ്ചവും മുഴുലോകവും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ സിംഹാസനത്തിന് അഭിമുഖം നിന്നുകൊണ്ട് ഹോളി 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 എന്ന് പറയുമ്പോൾ പ്രതിഗാനം പോലെ അടുത്ത ഗ്രൂപ്പ് പറയുക, സകല പ്രപഞ്ചവും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമനിത്യരായി കഴിയും കാലം. സമനിത്യരെന്നൊക്കെ ഉണ്ടെന്നേ ഫിലിപ്പിയർ 4 പറയാ. അവൻ ദൈവരൂപത്തിലിരിക്കേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. സമത്വം. ഈ പരിശുദ്ധിയും മഹത്വവും പ്രകീർത്തിക്കുന്ന ഇടത്ത് വേറൊരു ഗ്രൂപ്പ് ഇത് ശ്രദ്ധിച്ചു. അവർക്കൊരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. ആ ക്യാപ്റ്റൻ്റെ പേര് ലൂസിഫർ എന്നായിരുന്നു. പ്രഭാത നക്ഷത്രം എന്നർത്ഥം വരുന്നൊരു മനോഹര പദം. ഈ ലൂസിഫറിനൊപ്പം വലിയൊരു ഗണമുണ്ടായിരുന്നു. ഇദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യനല്ല, നല്ലൊരു വ്യക്തിയായിരുന്നു, ദൂതനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ദിവസം തോന്നി ഒരു നാശത്തിനായി ഒരു തോന്നൽ. എന്താ തോന്നലെന്നറിയണ്ടേ? ഞാൻ സ്വർഗത്തിൽ കയറും, അത്യുന്നതൻ്റെ സിംഹാസനത്തിനരികിൽ ഞാൻ എൻ്റെ ഇരിപ്പിടം വയ്ക്കും, ഞാൻ ദൈവത്തോട് സമനാകും. എന്ന് വച്ചാൽ 3 സമനിത്യരെ കണ്ടപ്പോൾ എനിക്കും അവർക്ക് സമനാകണം. പിന്നെ പറയാ, എൻ്റെ സിംഹാസനം അത്യുന്നതൻ്റെ സിംഹാസനത്തിൻ്റെ മീതെ വെക്കും. പ്രവാചകൻ പറയാ, നിന്നിൽ ഈ നീതികേട് ജനിക്കും വരെ നീ എത്ര നല്ല വ്യക്തിയായിരുന്നു, നിഷ്കളങ്കൻ.
ഏത് നിഷ്കളങ്കനെയും അടിമുടി തകർക്കുന്ന അധികാരമോഹത്തിന്റെ ഗർവം അന്തരംഗത്തിൽ സാഹസമായി പുളഞ്ഞപ്പോൾ മറക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു, അഗ്നിമയമായ രഥങ്ങൾക്ക് മധ്യേ നീ സഞ്ചരിച്ചു വന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. അതിലും പരിഭാഷയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ശരിക്കും പറയുന്നത് ഇങ്ങനെയാ: നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള നാദസ്വരങ്ങളുടെയും സുഷിരവാദ്യങ്ങളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. മലയാളത്തിൽ കിടക്കുന്നത് തടങ്ങളുടെയും കൂടുകളുടെയും പണി. അപ്പം എന്താ എൻ്റെ അർത്ഥം എന്നറിയണ്ടേ? ഈ കെരൂബുകൾ ചിറക് വിടർത്തി മറയ്ക്കുമ്പോൾ സപ്ത നാദവും പൊഴിക്കുന്ന മനോഹര സംഗീതം. അവ സാഹസം കൊണ്ട് അന്തരംഗം ഗർവിച്ചു, അഹങ്കരിച്ചു. ദൈവം നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. ഈ പരിതാപകരമായ പാപത്തിൻ്റെ ശക്തി പ്രപഞ്ചം കണ്ടപ്പോൾ ചരിത്രത്തിൽ ആദ്യം തിന്മയുടെ ശക്തി ഉടലെടുത്തു. തിന്മയായി അതിനെ സൃഷ്ടിച്ചതല്ല, തിന്മ തിരഞ്ഞെടുത്തു. തിന്മയുടെ വഴിത്താരയിലൂടെ അവർ സഞ്ചരിച്ചു. ആ സഞ്ചാരം തുടർന്നു. മടങ്ങിവരവിന് വഴിയില്ലാതെ ആ സഞ്ചാരപഥങ്ങളിലൂടെ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കേ ഈ തകർന്നു പോകുന്ന പ്രപഞ്ചത്തിൻ്റെ വീണ്ടെടുപ്പിന് കാത്തിരിക്കുന്ന ദൈവത്തോട് പുത്രൻ പറഞ്ഞു, പിതാവേ, അടിയനെ അയക്കണം. അടിയനിതാ. ആ വാക്കാണ് മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നത്. ആ ശബ്ദത്തിന് വില കൊടുക്കാനാ നമ്മൾ ഇന്നിവിടെ വന്നേ. ആ കാത്തിരിപ്പ് വൃഥാവായില്ല. ദൈവം തൻ്റെ പുത്രനോട് അരുളി ചെയ്തു, ഈ പ്രപഞ്ചത്തിലേക്ക് വരാൻ, ഭൂമിയിലേക്ക് വരാൻ. അങ്ങനെ ദൈവപുത്രൻ ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ദൈവപുത്രൻ ജഡമെടുക്കും വരെ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചിരിക്കുകയും ജഡമെടുക്കാൻ തയ്യാറായി ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ തൻ്റെ സൃഷ്ടിയായ കന്യാമറിയമിൻ്റെ ഉദരത്തിൽ താൻ വീണ്ടും ഉരുവായി വന്നു. ഒരു സിക്താണ്ഡമായി വീണ്ടും ഉരുവായി വന്നു. ഈ അത്ഭുത പ്രക്രിയയുടെ വിളംബരമാ സുവിശേഷം. അല്ലാതെ യേശു എന്നെ നിങ്ങളെയും പോലെ മനുഷ്യനല്ല. യേശു സൃഷ്ടിയല്ല. യേശു സൃഷ്ടിയാണെന്ന് വാദിക്കുന്ന ആളുകൾ എടുത്തു തരുന്നൊരു വചനമുണ്ട്. സദൃശവാക്യം 8:22 മുതൽ വായിക്കുന്ന ആ ഭാഗം വായിക്കുമ്പോൾ ഏതൊരാൾക്കും തോന്നും അത് യേശു സൃഷ്ടിയാണെന്ന് സ്ഥാപിക്കാൻ ഇത്തരം ആളുകൾ തുറന്നെടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. അതിങ്ങനെയാ: യഹോവ പണ്ടേ തൻ്റെ വഴികളുടെ ആരംഭമായി എന്നെ സൃഷ്ടിച്ചു. എടുത്തെങ്കിലൊന്ന് വായിച്ചു. സദൃശ്യം 8:22. യേശു പണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. യഹോവ പണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിന് മുൻപേയും കുന്നുകൾക്ക് മുമ്പേ ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിന്റെ പൊടിയുടെ തുകയെയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിന്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകളിൽ തടിച്ചപ്പോഴും വെള്ളം അതിന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തെ അതിര് വച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനമിട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. യേശു ആണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ അങ്ങ് തോന്നിപ്പോവാ. ഈ തോന്നലാ പ്രശ്നം. അതാ മുമ്പും പിമ്പും നോക്കി വായിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. ആ മോളല്ല നമ്മൾ പൊതുവെ ഇടയ്ക്കൊന്ന് കയറി വായിച്ചിട്ട് നേരാന്ന് തോന്നും. ആപ്ലിക്കേഷൻ എടുക്കാൻ വരട്ടെ. ഇത് യേശുവാണെന്ന് പറഞ്ഞാൽ യേശുവിനെ നാളെ മുതൽ എടി മോളെ കർത്താവെന്ന് വിളിക്കേണ്ടി വരും. എടി മോളെ കർത്താവെന്ന്. കാരണം ഒന്നാം വാക്യം വായിച്ചേ കുഞ്ഞ്. ജ്ഞാനമായവൾ. മതി. എങ്ങനെ? ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? ജ്ഞാനത്തെ ഒരു സ്ത്രീയോട് ഉപമിച്ചിട്ട് ശലോമോൻ ഒരു പാട്ട് പാടുക. ആ ജ്ഞാനത്തെ കൊണ്ട് കേട്ടോ. ജ്ഞാനം, നോസിസ്, നോളജ്,
ആ ജ്ഞാനമൊരു പാട്ട് പാടുക. ദൈവസൃഷ്ടിയുടെ നിർമ്മിതിയുടെ ആ മാഹാത്മ്യം വെളിപ്പെടുത്താൻ ജ്ഞാനം അവൻ്റെ അരികിൽ ശില്പിയായിരുന്നു. അത് യേശു ക്രിസ്തുവല്ല, യേശു സൃഷ്ടിയാന്ന് പറയാൻ വേണ്ടി ചില വിദ്വാൻമാരുണ്ടാക്കിയിരിക്കുന്ന പരിപാടിയാണ്. യേശു സൃഷ്ടിയല്ല. ഇനി അടുത്ത വാക്യം താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നു, അവൻ്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചു കൊണ്ടിരുന്നു, എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരുടെ കൂടെയായിരുന്നു. അതിന് മനുഷ്യപുത്രൻ എവിടെയാന്ന് പണ്ടേ ഉണ്ടെങ്കിൽ അപ്പോഴേ ഈ വാദം മുഴുവൻ പൊളിഞ്ഞു പോകും. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കണം. യേശു ക്രിസ്തു ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. ദൈവപിതാവ് ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. ദൈവപരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. ഇവിടെ പ്രധാന വിഷയത്തിലേക്ക് വന്നില്ല. ഞാൻ വന്ന വഴിക്ക് ഇത്രയൊന്ന് പറഞ്ഞതാണ്, ക്ഷമിക്കണം. അപ്പോഴേ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, പിതാവ് ദൈവം, പുത്രൻ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം. അപ്പോൾ ദൈവം എത്ര ഉണ്ട്? ദൈവം എത്ര ഉണ്ട്? ഓരോരുത്തർ ഓരോ ഉദാഹരണം പറയും. ഞങ്ങളെ പഠിപ്പിച്ചൊരു സാറ് പറഞ്ഞു, അത് എളുപ്പമാണ് മനസ്സിലാക്കാൻ. എന്താ അത്? ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവാണ്, എൻ്റെ അപ്പന് ഞാൻ മകനാണ്. അങ്ങനെ കുറേ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു 3 കാര്യമാണ് പറഞ്ഞു. എൻ്റെ മകന് ഞാൻ അപ്പനാണ്, ഇതുപോലാണ് ട്രിനിറ്റി എന്ന്. ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. എൻ്റെ അനിയന് ഞാൻ ചേട്ടനാണ്, എൻ്റെ ചേട്ടന് ഞാൻ അനിയനാണ്, എൻ്റെ പെങ്ങൾക്ക് ഞാൻ ബ്രദറാണ്, എൻ്റെ അളിയന് ഞാൻ അളിയനാണ്. ബന്ധം ഒത്തിരി കിടക്കില്ലേ? ഈ തെളിവൊന്നും തെളിവല്ലെന്ന്. മാനുഷികമായ ഇത്തരം തെളിവൊക്കെ ഇവിടെ ഇതുകൊണ്ട് കാര്യമില്ല. ഇനി വേറെ ചില ആളുകൾ പറയുന്നത് പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് ട്രിനിറ്റി. അതല്ലേ? അത് ഈ വണ്ണസ് പെന്തക്കോസ്തലില്ലേ, അവരെ പഠിപ്പിക്കില്ല. പിതാവ് തന്നെ പുത്രൻ, പുത്രൻ തന്നെ പരിശുദ്ധാത്മാവ്. ഞങ്ങളിത് വലിയൊരു ചർച്ചയ്ക്ക് വിധേയമാക്കിയൊരു കാലമുണ്ട്. പിതാവ് തന്നെയാണ് പുത്രനെങ്കിൽ പുത്രൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലെന്ന്. ഞാൻ തന്നെയാണ് പിതാവെങ്കിൽ ഞാനെന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഒരു മാതൃകയും കാണിക്കേണ്ട കാര്യമില്ല. കാരണം പിതാവിനോട് പ്രാർത്ഥിക്കാൻ ആൾക്കാരോട് പറഞ്ഞു, അങ്ങനെ പ്രത്യക്ഷപ്പെട്ടെങ്കിലേ, പുത്രനോടായിട്ട് ഒരാൾ വന്നെങ്കിലേ, പ്രാർത്ഥന സ്വകാര്യമല്ലേ? പ്രാർത്ഥന സ്വകാര്യമായ ലോകത്ത് പിതാവ് തന്നെയാണ് പുത്രനെങ്കിൽ പിന്നെന്തിനാ പ്രാർത്ഥിക്കുന്നത്? മനസ്സിലായോ? ആ ഡിബേറ്റ് നടക്കുന്ന കാലത്ത് എൻ്റെ മകന് ഒരു കാർട്ടൂണ് വരച്ചു, ഇവരെ ഇത് ബോധ്യപ്പെടുത്താൻ. ആ കാർട്ടൂണിൻ്റെ ഐഡിയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അത് വായിച്ചിട്ട് ഞങ്ങൾ പ്രദർശിപ്പിച്ചു. വണ്ണസ്സുകാരുടെ ക്രിസ്തു ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്നു, പിതാവേ ഇത് ഞാനാ എന്ന് വെച്ചാൽ നീ. എന്താ മനസ്സിലായി? ഗെത്സമനയിൽ നിന്ന് പറയുക, പിതാവേ ഇത് നിൻ്റെ പുത്രനാ എന്ന് വെച്ചാൽ നീ തന്നെയാണ്. നടക്കുമോ? നടക്കുമോ? ഇല്ല. 2 ഒരാളാണെന്ന് പറഞ്ഞാലേ അടുത്തൊരു കുഴപ്പം കേട്ടോ. യോഹന്നാൻ 5:22 മോളെ വായിച്ചു. ഒരു കുഴപ്പം ഞാൻ കാണിച്ചു തരാം. 2 ഒരാളല്ല, 2 പേരാ. വായിച്ച് പെട്ടെന്ന് വായിക്കണം. ഗോസ്പൽ ഓഫ് ജോൺ 5:22. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പിതാവ് ആരെയും ന്യായം വിധിക്കുന്നില്ല. അതെല്ലാം ആർക്ക് കൊടുത്തു? പുത്രന്. 2 ഒരാളാണെങ്കിൽ ഒരേ സമയം ഒരാൾ ഈ 2 ആക്ടിവിറ്റി എങ്ങനെ നടത്തും? പിടിയിട്ടില്ല. ഇപ്പം ഞാൻ പ്രസംഗിക്കുന്നില്ല, എൻ്റെ മോൻ പ്രസംഗിച്ചോളൂ. 2 ഞാനാന്ന് വെച്ചോ. ഞാൻ തന്നെ എൻ്റെ മോനെങ്കിലേ ഞാൻ പ്രസംഗിക്കുന്നില്ല, എൻ്റെ മോൻ പ്രസംഗിച്ചോളൂ. 2 ഞാനാണെങ്കിൽ ഇതെങ്ങനെ നടക്കും? നടക്കുമോ? ചുരുക്കി പറഞ്ഞാൽ 1 ഇഞ്ച് മുമ്പോട്ട് പോവില്ല. ഒരാൾ മാത്രം എനിക്ക് മറുപടി തന്നു. ഞാൻ ചോദിച്ചു ഇതെങ്ങനെ നടക്കും? ആ പുള്ളി പറയാ, എടോ ദൈവത്തെ കൊണ്ട് അസാധ്യമായൊരു കാര്യമില്ല, ഒരേ സമയത്ത് പ്രസംഗിക്കുകയും ചെയ്യാം പ്രസംഗിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു നമിച്ചു സാറേ, നമിച്ചു. തൊലി കെട്ടിക്കുന്ന അമ്മവാകം. ഈ പൊട്ടത്തരമൊക്കെ പറഞ്ഞുകൊണ്ട് വരല്ലേ? ഇതൊക്കെ കാലഹരണപ്പെട്ട സാധനമാണ്. എൻ്റെ ഒരു വോഷ് കൂടി പറയാം. ഈ അസംബ്ലീസ് കൂടിൽ പണ്ട് 1914 സംഭവം ഉണ്ടായി. അസംബ്ലീസ് കൂടിൽ ലോകത്തിൽ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് കേട്ടോ.
അവിടുന്ന് തെറ്റിപ്പോയ കുറേ ആളുകൾ ഒരു പ്രാർത്ഥന വെച്ചു. അസംബ്ലീസ് കോഡും IPCയും ചർച്ച കോഡും എല്ലാം ഞങ്ങളൊന്നു തന്നെയാണ്. IPC നിന്ന് പോയവരുണ്ട്, ചർച്ച കോടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയവരുണ്ട്. ഇവിടുന്ന് പുറത്ത് പോയവൻ്റെ അവസ്ഥ എല്ലാം സെയിമാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞല്ല, ചരിത്രം കൃത്യം പറയണമല്ലോ. ഇവർ പുറത്ത് പോയിട്ട് ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ഇങ്ങനെ ദീർഘദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്കിടയിൽ ഒരു സ്ത്രീക്ക് ഒരു വെളിപ്പാടുണ്ടായി. അവർ പറഞ്ഞു, സ്നാനപ്പെടേണ്ടത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലല്ല, യേശുവിൻ്റെ നാമത്തിലാണ്. എന്താ തെളിവ്? അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ അങ്ങനെ. അതുകൊണ്ട് അങ്ങനെ പെടണം. ഏതായാലും അത് കേട്ട 2 സായിപ്പുമാർ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. 1914 ഒരു ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് ഈ തീരുമാനം എടുക്കുന്നത്. തീർച്ചയായിട്ടും ആ ദിവസം വേണം ഈ തീരുമാനം എടുക്കാൻ. ഏപ്രിൽ 1 പ്രത്യേകത അറിയാത്ത ആരോടും ഉണ്ടാവില്ല. ഏപ്രിൽ 1 തന്നെ മഹത്തായ ആ തീരുമാനം അവർ കൈക്കൊണ്ടു. അങ്ങനെ ഗ്ലൻ എന്നൊരു സായിപ്പ് വെള്ളത്തിലിറങ്ങി. ഇവാർട്ട് എന്ന് പറഞ്ഞത് എൻ്റെ കൂട്ടുകാരനെ മൂക്കി. ഇവാർട്ട് മുങ്ങിപ്പൊങ്ങി എഴുന്നേക്കുകയും ഗ്ലെന്നിനെ തിരിച്ചു പിടിച്ചു മൂക്കി. ചരിത്രത്തിലെ ആദ്യത്തെ വണ്ണസ്നാനം ഇതായിരുന്നു. അല്ലെന്ന് പറയാൻ ചങ്കുറപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരട്ടെ. ഞാനിന്ന് പോകുന്നില്ലെന്ന് വെക്കാം. അതാണ് ആദ്യത്തെ സ്നാനം. ഗ്ലെൻ ഇവാർട്ടിനെയും ഇവാർട്ട് ഗ്ലെന്നിനെയും മുക്കിക്കൊണ്ട് ഏപ്രിൽ 1 ഭോഷ്ക്ക് അവിടെ തുടക്കം കുറിച്ചു. മനസ്സിലായോ? ഇവിടെ തുടങ്ങിയ പരിപാടിയാണ്, കലാപരിപാടി. നമുക്ക് ചോദിക്കാം, അപ്പോൾ ഒരുത്തൻ സ്നാനപ്പെടാതല്ലേ ഒരുത്തനെ മുക്കിയേ? അപ്പോൾ സ്നാനം അങ്ങനെ ശരിയാവും? സ്നാനപ്പെടാത്ത ഗ്ലെൻ സ്നാനപ്പെടാത്ത ഇവാർട്ടിനെ മുക്കി, അയാൾക്ക് സ്നാനം കിട്ടി. അപ്പോൾ ഇവാർട്ടിനോട് ചോദിക്കാം, താങ്കളുടെ ആത്മീയ ഗുരു ആരാ? ഗ്ലെൻ. അയാൾ സ്നാനപ്പെട്ടാണോ? അല്ല. സ്നാനപ്പെടാത്തവന് സ്നാനം തന്നാൽ അസാധുവാകുമോ സാധുവാകുമോ? പറ. ചുരുക്കി പറഞ്ഞാൽ ഊരിപ്പോരത്തില്ല. ഫോഷ്ക്ക് ഇങ്ങനെ എപ്പോഴും ഒരിടത്ത് പൂരിപ്പിക്കുമ്പോൾ ഏക്കുകയില്ല. പണി അറിയാൻ വയ്യാത്ത നമ്മൾ കോഴിക്കോട് പണത് നോക്കി പണി പഠിച്ച കാർപ്പൻട്രി വർക്ക് പഠിച്ച ആൾ ഉണ്ട്. നമ്മൾ പറയും ചതുരത്തിൽ അടിച്ചു വെച്ചാൽ മതിയല്ലോ, ആണിയെല്ലാം കൊണ്ടൊന്ന് സംഗതി അടിച്ചു റെഡിയാക്കി. പക്ഷെ മോളിൽ തല്ലുമ്പോൾ താഴെ നിന്ന് ഇളകും, താഴെ ഉറയ്ക്കുമ്പോൾ അങ്ങേ സൈഡിൽ ഇളകും. ഇത് കണക്കാ സുഹൃത്തേ, ഇത് ഗണിതത്തിൻ്റെ പ്രക്രിയ. മനക്കണക്ക് കൂട്ടി എല്ലാ ഒളിയിൽ കൊത്തുപണി നടത്തി കൃത്യം ജോയിൻറ്റുകൾ ഏർപ്പെടുത്തി കണ്ടാൽ പണി ഇച്ചിരി ഉള്ളൂ. പക്ഷേ പണി പഠിച്ചവനോട് ചോദിക്കണം, ഇളകും അപ്പുറത്തുനിന്ന്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു നോക്കണം, ദൈവവചനത്തെക്കുറിച്ച് പഠിക്കണം, ആ ദൈവവചനത്തിൻ്റെ കൃത്യതയിൽ അടിയുറച്ചു വിശ്വസിക്കണം. പിതാവും പുത്രനും ഒരാളല്ല. ക്രൂശിൽ മരിച്ചത് പിതാവല്ല, പുത്രനാണ്. മനസ്സിലായില്ലേ? പുത്രൻ്റെ അഭാവത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. മനസ്സിലായോ? മനസ്സിലായില്ല. അല്പം കൂടെ മനസ്സിലാകാനുണ്ട്. ഇത്രയും പിടി കിട്ടിയല്ലോ പറഞ്ഞത്. നമുക്ക് ആ കണക്കെടുക്കണ്ടല്ലേ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 പേഴ്സൺസ്. ഉറപ്പായിട്ട് പറഞ്ഞോളൂ, 3 പേർ. 3 പേഴ്സൺസ്, നോ 3 പവർ. 3 പവറല്ല, 3 ഹൈപ്പോസ്റ്റാസിസ് ആണ്. 3 വ്യക്തികളാണ്. 3 പേഴ്സൺസ് ഇൻ 1 എസൻസ്. ഒരു സാരാംശത്തിൽ 3 വ്യക്തികൾ. ഇതാ ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് എവിടെയും പറയാനുള്ള ആത്മധൈര്യം നമുക്കുണ്ട്. അതാ ക്രൈസ്തവ സഭ 2000 ആണ്ടായി വിശ്വസിച്ചു പോരുന്ന, പഠിപ്പിച്ചു പോരുന്ന മഹത്തര സത്യം. ഈ സത്യത്തിനെതിരെ അരിയൂസ് എന്നൊരു വേദവിപരീതി വർഷങ്ങൾക്കപ്പുറത്ത് എഴുന്നേറ്റു. 325 അരിയൂസ് പറഞ്ഞു, പുത്രൻ പിതാവിൻ്റെ സൃഷ്ടിയാണ്. അരിയൂസിനെതിരെ വാദിച്ച അത്താനാസ്യൂസ് എന്നു പേരുള്ള ഒരു അനുഗ്രഹീതൻ പറഞ്ഞു, സൃഷ്ടിയല്ല. ചർച്ച മൂത്തപ്പോൾ അത്താനാസ്യൂസ് ഒരു കുടുകിട്ടു. അരിയൂസ് പൊളിഞ്ഞുപോയി. എന്താണെന്നറിയണ്ടേ? അരിയൂസ് ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടിയാണ് യേശുക്രിസ്തു എന്ന് താങ്കൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ സൃഷ്ടി നടക്കുമ്പോൾ സമയം വേണമല്ലോ. സമയത്തല്ല സൃഷ്ടിക്കാനൊക്കെ ഉള്ളൂ. അങ്ങനെയല്ലേ? സമയം വേണ്ടേ? ഒരു സമയത്താണ് സൃഷ്ടിക്കുന്നത്. സമയമല്ലേ പ്രധാനം? നമുക്ക് സമയത്തിൻ്റെ വില അറിയാത്തതുകൊണ്ടാണ്. അതാണ്. അപ്പോൾ സമയത്തെ ആര് സൃഷ്ടിച്ചു? അരിയൂസ് പറഞ്ഞത് ദൈവം. അപ്പോൾ ആദ്യം സൃഷ്ടിയതാ? അത് യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ സൃഷ്ടിച്ചതൊരു സമയത്താണല്ലോ. അതെ,
അപ്പോൾ സമയം ആര് സൃഷ്ടിച്ചു? പിതാവ്. അത് യേശുവും സമയവും കൂടെ ഒരുമിച്ചാണെങ്കിൽ 2 സൃഷ്ടി വരും. ആദ്യ സൃഷ്ടി ആരോഗ്യം തകർന്നു. ഇതാ ചിലരുടെ കാര്യം. അങ്ങോട്ട് യുക്തി പ്രയോഗിച്ചാൽ ചൂടാവും, തിരിച്ചിങ്ങോട്ട് യുക്തി തന്നെ അടിക്കുന്നത്. മനസ്സിലായി പറഞ്ഞേ? ഇവരുടെ പ്രശ്നം ഇങ്ങോട്ട് ലോജിക്കെല്ലാം പ്രയോഗിക്കും. 3 ദൈവമുണ്ടോ, 3 പേര്, ഒരാൾ അങ്ങോട്ട് നിൽക്കുന്നു, ഒരാൾ ഇങ്ങോട്ട് നിൽക്കുന്നു. ഇങ്ങോട്ട് നമ്മളോട് ചോദിച്ചുകൊണ്ട് തിരിച്ചൊരു ഡോസ് കൊടുക്കുമ്പോഴേ ക്ഷുഭിതരാകും. ഞങ്ങളാരും ചൂടാവില്ല. കാരണം ഈ പുസ്തകം സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് ക്ഷുഭിതരാകേണ്ട കാര്യമൊന്നുമില്ല. മാന്യമായിട്ട് അന്തസ്സോടുകൂടി ഇതിലെ ഉപദേശ സത്യങ്ങളെ സമൂഹമധ്യ ഞങ്ങൾ ഘോഷിച്ചുകൊണ്ടിരിക്കും. തിരിച്ചു വരാം. പക്ഷേ അത്തനാസ്യൂസിന് ആദ്യഘട്ടം വിജയം. കുറേ നാൾ കഴിഞ്ഞ് ഈ കോൺസ്റ്റന്റൈൻ്റെ പെങ്ങളെ സ്വാധീനിച്ച് ഈ അറിയൂസ് അങ്ങ് ശക്തിപ്പെട്ടു. പിന്നെ അറിയൂസ് വാദം അങ്ങ് ശക്തിപ്പെട്ടു. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇത് കേട്ടില്ലെങ്കിൽ ചക്രവർത്തിയാ. പുള്ളി പറയും ഇവിടെ കിടന്ന ആവശ്യമില്ലാത്തൊന്നും പറയാൻ പറ്റില്ല, തല വെട്ടും. അതാ ഇങ്ങനെ പ്രശ്നം തീർക്കുന്നത്. ഇതൊക്കെ വെച്ച് നോക്കിയാൽ അച്ഛാ നമ്മുടെയൊക്കെ സഭയിൽ ഒരു വിഷയമില്ല. പണ്ട് അറിയൂസിൻ്റെ കാലത്ത് തലയങ്ങ് വെട്ടുക. അതൊക്കെ മാറിയത് നന്നായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മളാരും ബാക്കി കാണുകയില്ലായിരുന്നു. സഭയുടെ പ്രശ്നം തീർത്ത് കേട്ടില്ലെങ്കിൽ രാജാവ് വന്നിട്ട് തലയങ്ങ് വെട്ടുവന്നു. തല വെട്ടിയില്ലെങ്കിൽ അന്നേ അത്തനേഷ്യസ് ഒളിവിൽ പോകേണ്ടി വന്നു. ഒളിവിൽ പോയി. കാരണം തൃത്വം പറയാൻ വയ്യുന്ന കൊന്നുകളയും. പക്ഷേ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ പറഞ്ഞു, അത്തനേഷ്യസ് നമുക്കിതങ്ങ് അംഗീകരിക്കാം. അത്തനേഷ്യസ് പറഞ്ഞു, നോ, മരണം വന്നാലും പിന്നോട്ടില്ല. അങ്ങനെ ഇരിക്കെ ചക്രവർത്തിയുടെ ഒരു കുറിപ്പ് അത്തനേഷ്യസിൻ്റെ പക്കലേക്ക് പാഞ്ഞു. അത്തനേഷ്യസ്, the whole world is against you, അത്തനേഷ്യസ്. ലോകം മുഴുവൻ നിനക്കെതിരാ. പുറത്തിറങ്ങരുത്, അല്ലെങ്കിൽ തൃത്വം, ത്രിയേകത്വം വലിച്ചെറിയണം. മരണത്തെ ഭയമില്ലാത്ത ആ രണധീരൻ, ആശയലോകത്ത് ചങ്കുറപ്പുള്ള മനുഷ്യൻ തിരിച്ചു പറഞ്ഞു, tell them, if the world is against me, tell them that I am also against the whole world. ലോകം മുഴുവൻ എനിക്ക് എതിരാണെങ്കിൽ ഞാൻ ലോകത്തിനും എതിരാണെന്ന് പറഞ്ഞേക്കൂ. മനസ്സിലായോ? ഇങ്ങനെ ലാറ്റിൻ ഭാഷയിൽ സഭാചരിത്രത്തിൽ ഒരു പഴമൊഴി കയറിക്കൂടി. അത്താനാസ്യൂസ് ലോകത്തിനെതിരെ. അതിന് ലാറ്റിനിൽ പറയുന്ന പ്രയോഗം ഇങ്ങനെ, അത്താനാസ്യൂസ് കോൺട്രാ മുൻറം. ഇങ്ങനെ ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒക്കെ പഠിക്കേണ്ട രസകരമായ കാര്യമാണ്. അപ്പോൾ തിരിച്ചടുത്ത ഘട്ടം, അത്തനാസ്യൂസിൻ്റെ പ്രസംഗം കേൾക്കാൻ, ഈ ധൈര്യശാലിൻ്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ ഓടിക്കൂടി. ചക്രവർത്തിയുടെ വിലക്കുകളെ ലംഘിച്ചുകൊണ്ട്, നിലവിലിരുന്ന വ്യവസ്ഥിതികളെ ലംഘിച്ചുകൊണ്ട്, ഇതാണ് സത്യമെങ്കിൽ ഞങ്ങൾക്കറിയണം. നിങ്ങൾക്കറിയണ്ടേ? അഭൂതപൂർവമായ ആ തിരിച്ചുവരവിൽ അരിയൂസിന്റെ വേദവിപരീതങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. അങ്ങനെ ക്രൈസ്തവ സഭ ഇന്ന് ഈ മഹത്തരമായ സത്യം ഉലകത്തോട് 2000 ആണ്ടായി യേശുക്രിസ്തുവിനാൽ സ്ഥാപിച്ച മത്തായിയുടെ സുവിശേഷം 28:19 മുതൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ആ വചനപ്രകാരം പ്രവർത്തിക്കുക. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ. അത് ശരിയാണോ? അത് ശരിയാന്ന്. എന്താ കാര്യം? പലതരം സ്നാനം ഉണ്ടെന്നു. അപ്പോൾ യേശു പഠിപ്പിച്ച സ്നാനം ചരിത്രകുതികയായ ലൂക്കോസ് എത്ര നാൾ കഴിഞ്ഞ ഈ സംഭവം നേരിട്ട് കാണുന്ന ആളല്ലെന്ന് മനസ്സിലായില്ലേ? ലൂക്കോസ് പൗലൂസിൻ്റെ ശിഷ്യനാ, മാസിഡോണിയക്കാരൻ. അദ്ദേഹം ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ചരിത്രം രേഖപ്പെടുത്തുക. ഉദാഹരണം, ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര, ഉപ്പ് സത്യാഗ്രഹം. അത് ചരിത്രത്തിൽ എഴുതിയാൽ അവിടെ നടന്ന സംഭവമല്ല എഴുതുകയല്ല. ഗാന്ധിജി നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊരാളല്ല. ഗാന്ധിജി തന്നെയാണെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം വിജയിക്കും. ഉപ്പ് തിന്നു പോകും, നമ്മളവിടെ നിന്ന് വിഷമിച്ചു പോകും. ഒത്തിരി ആളുണ്ട്. പക്ഷെ ചരിത്രം എഴുതുമ്പോൾ ഇത്രയും കുറിച്ചാൽ മതി. വിശദാംശം അപ്പുറത്ത് കിടപ്പുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞാൽ ഡോക്ടറിനല്ല. ഡോക്ടറിന് എവിടെ എഴുതിയിരിക്കുന്നത്? യേശു പറഞ്ഞിട്ടുണ്ട് കൃത്യം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, എത്ര മനോഹരവാക്യം! ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കാൻ തക്കവണ്ണം മറ്റുള്ളവരെ പഠിപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് സ്നാനം നൽകി അവരെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. മേജർ ടെക്സ്റ്റിൽ തെറ്റില്ലാതെ കിടക്കുമ്പോൾ എന്തിനു മറ്റു ഭാഗം? അതുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിമജ്ജന സ്നാനം കൈക്കൊണ്ടവർ മാത്രം ഒന്ന് കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാളെ കുറേ പേര് മുങ്ങുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയേ. സന്തോഷമല്ലേ? അങ്ങനെ കേട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു സാക്ഷ്യത്തിനായിട്ട് അവരും ഒന്ന് കൈവപ്പിക്കേ.
നാളെ മുങ്ങാനിരിക്കുന്ന കക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? നാളെ സ്നാനം ഉണ്ടെന്ന് അത് കഴിഞ്ഞോ? കഴിഞ്ഞു. ഉണ്ട്. പിന്നെ ഉണ്ട്, സന്തോഷം. നാളെയല്ലേ അടുത്ത ഘട്ടം. പറ്റുവാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ മുങ്ങിക്കണം. അതാണ് ഈ ക്ലാസ് പഠിപ്പിച്ച് നീട്ടരുത് സ്നാനം. നമ്മൾ ഈ ക്ലാസ് പഠിപ്പിച്ച് ഒരു കോലമാക്കി വെക്കും. ഇത് അനുഭവം ഈ പറയുന്നത്. ക്ഷമിക്കണം ഒരു കാര്യം പറയുന്നതിൽ. ഞാൻ ഒരിടത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കേ സ്നാനത്തിനൊരാഹ്വാനം കൊടുത്തു. തലയാഴ്ച വരെ പള്ളിയിൽ മണി അടിച്ചുകൊണ്ടിരുന്ന കപ്പിയാർ കൈപൊക്കി എനിക്ക് കുറിപ്പ് കിട്ടി. കപ്പിയാരാ പ്രശ്നം രൂക്ഷമാകും. എനിക്ക് മനസ്സിലായി അതിനു മുമ്പ് നമ്മൾ രൂക്ഷമാകണം. ഞാൻ പറഞ്ഞു നാളെ രാവിലെ സ്നാനം. പിന്നെ തന്നെ വെച്ചോക്കിയല്ല, ഞാൻ ഇന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്നാനപ്പെടുത്താൻ പോകുമ്പോൾ പള്ളി ഇളകി, സമൂഹം മുഴുവൻ പാറമടക്കുളത്തിന് ചുറ്റും നിന്നു. പക്ഷേ വന്ന പുള്ളി ആണായതുകൊണ്ട് കീഴടങ്ങിയില്ല. പുള്ളി പറഞ്ഞു, ദിസ് ഈസ് മൈ കൺവിക്ഷൻ. ലോകം മൊത്തം എതിർത്താലും മുങ്ങും. പ്രശ്നം രൂക്ഷമായി പുള്ളിയുടെ മക്കൾ പറഞ്ഞു, പപ്പ തിരഞ്ഞെടുത്ത വഴി അദ്ദേഹത്തിൻ്റെ അടിയും പിടിയൊന്നും ഇവിടെ നടക്കുകയില്ല. എൻ്റെ ദേഹത്ത് വാരി ഒഴിക്കാൻ കരിയോയിലും ചാണകമൊക്കെ ആയിട്ട് വഴി നിന്നു. അങ്ങനെ ഒഴിച്ചാലോ ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയുള്ളൂ. പക്ഷെ അതുകൊണ്ട് സ്നാനപ്പെടുത്താതിരുന്നില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അദ്ദേഹത്തിന് സ്നാനം കൊടുത്തു. ഹല്ലേലൂയ. പിരിയാൻ നേരം, ആ സ്ഥലത്തുനിന്ന് പിരിയാൻ നേരം ഞാനും നമ്മളെ വഴിയിൽ തടഞ്ഞ പുരോഹിതനും നല്ല ബന്ധത്തിൽ പിരിഞ്ഞു. നല്ല ബന്ധമായി ഇപ്പോഴും, ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് ആരോട് പക, ഞങ്ങൾക്ക് ആരോട് പിണക്കം. സ്നേഹിത, യേശു പറഞ്ഞ കാര്യമേ ഞങ്ങൾ നിങ്ങളോട് പറയുന്നുള്ളൂ. സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതിന് പോസ്റ്റ്മാനെ തല്ലിയിട്ട് കാര്യമുണ്ടോ? ടെലഗ്രാം അടിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വാർത്ത വന്നു, പോസ്റ്റ്മാൻ എന്ത് പിഴച്ചു? അയാളുടെ കുറ്റമല്ല, അയാളുടെ തെറ്റല്ല. ഇതാണ് സത്യം. അപ്പം നമുക്ക് യേശുക്രിസ്തുവിൻ്റെ പൂർവ്വമഹത്വം ഞാനെന്ന് പറഞ്ഞതേ ഉള്ളൂ. ജഡമെടുത്ത് ആ മഹത്വം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട വഴികൾ തുടർന്ന് നമ്മൾ പറയും. പക്ഷെ അതിന് മുമ്പ് നമുക്ക് സ്വോത്ര കാഴ്ച എടുക്കണം. സന്തോഷമാണോ? അത് കാണട്ടെ, എന്നിട്ട് നമുക്ക് വേണം നമുക്ക് ആ മഹത്വത്തെ പറ്റി പറയാൻ. പോരട്ടെ ഇങ്ങോട്ട്, ബാക്കി പിന്നെ കാണാം. ഞാൻ എൻ്റെ മേഖല ഉപദേശപരമായ വസ്തുതകളിൽ ഊന്നി സംസാരിക്കുക എന്നതാണ്. അതിന് പരിഭവം തോന്നിയിട്ടൊന്നും കാര്യമില്ല. എൻ്റെ ജോലിയാണ് കർത്താവ് തന്നിട്ടുള്ളത്. മാത്രമല്ല, ചിലർക്കെങ്കിലും ഇതേപ്പറ്റി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യരോടും ബന്ധപ്പെടേണ്ട. ഞാനിവിടുത്തെ പാസ്റ്റർക്ക് എൻ്റെ നമ്പർ കൊടുത്തിട്ട് പോകാം. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് എൻ്റെ ചെലവിൽ വരാം. ഇനി നിങ്ങൾ പറയുന്ന സ്നാനം ശരിയാണെങ്കിൽ മറ്റൊരു ഉടുപ്പും കൊണ്ടുവരാം. നിങ്ങൾ പറയുന്ന സ്നാനം ഏറ്റിട്ടേ ഞാൻ പോവുള്ളൂ, അത് ശരിയാണെങ്കിൽ. ഇതിപ്പോൾ എന്തോ വേണം, നമുക്ക് സൗഹൃദം വേണ്ടേ? പിന്നെ ഈ പറയുന്നെല്ലാം വീഡിയോ എടുക്കും. അതാ, ഒരു വാക്ക് കളയാതെ ഈ വ്യവസ്ഥയിൽ നമുക്ക് ചർച്ചയാകാം, സംഭാഷണമാകാൻ. അടിയും വഴക്കും തല്ലുമൊന്നും ആവശ്യമില്ല. അങ്ങനെയാണ്. അതിനിമ്മ അങ്ങനെ പറഞ്ഞോ, ഇതൊന്നും വേണ്ടെന്നേ. അത് പണ്ട് മുതലേ ഉണ്ടെന്ന് ഈ സംഭാഷണങ്ങൾ. അങ്ങനെയാ. 3 പേരെ കുറിച്ച് പഠിക്കണം തിരുവെഴുത്തിൽ: ബർണ്ണബാസ്, പൗലുസ്, അപ്പല്ലോസ്. ഒരു പണി എന്താണെന്നറിയണ്ടേ? ഒരാൾ യഹൂദന്മാരെ പരസ്യമായി കണ്ണിച്ചു. അല്ല, വീട്ടിൽ പോയിരുന്ന് കണ്ണിച്ചു എന്നല്ല, പരസ്യമായി. അടുത്ത ആള് അവരെ മിണ്ടാതാക്കി. അടുത്തയാള് ക്രിസ്തു തന്നെ ദൈവപുത്രൻ എന്ന് തെളിയിച്ചു. ഇതാ ഞങ്ങളുടെ പണി. അതിന് പണിയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇവിടെ ഒരു ചോദ്യം: എന്തിനാണ് ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇത്രയും സങ്കീർണമാക്കി പോകുന്നത്? നമ്മളാരാണ്ട് സങ്കീർണമാക്കിയതാണോ? അല്ല, ആന്നോ? അല്ല. ഞാൻ അടുത്ത കാലത്ത് നിരീശ്വരന്മാരുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കേരള യുക്തിവാദി സംഘത്തിൻ്റെ പരിപാടിയാണ്. സ്ത്രീ പുരുഷ സമത്വം. എൻ്റെ കൂടെ ഇപ്പോൾ വന്ന ജോബി പാസ്റ്ററുണ്ട്. സ്ത്രീ പുരുഷ സമത്വം ബൈബിളിൽ. ഞാൻ ആദ്യം പറഞ്ഞ അങ്ങനെ ഇവിടെ സ്ത്രീ പുരുഷ സമത്വമൊന്നുമില്ല. സ്ത്രീ സ്ത്രീയാണ്, പുരുഷൻ പുരുഷനാണ്. അതാ സത്യം. അപ്പോൾ ചോദ്യം ഇതാണ്: ബൈബിളിലെ സ്ത്രീ പുരുഷൻ്റെ ഇംഗിതത്തിന് വേണ്ടി തെറ്റിക്കപ്പെട്ടവളും തെറ്റുകാരിയും പാപം ചെയ്തവളും ഒക്കെയായി ചിത്രീകരിച്ചിരിക്കുക. ഹവ്വയുടെ കാര്യമാണ്.
ആ പറഞ്ഞതിൽ കുറേ തെറ്റൊക്കെ ഉണ്ട്. പുരുഷനും കുറ്റവാളിയാണെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ മറിച്ചൊരു കാര്യം, ഞാൻ പറഞ്ഞൊരു വാദത്തിന് നമുക്കത് അങ്ങ് അംഗീകരിച്ചേക്കാം. ഇനി ബൈബിളിലെ സ്ത്രീ സങ്കല്പം മോശമാണെങ്കിൽ ഈ ശാസ്ത്രവീക്ഷണത്തിലെ സ്ത്രീ പുരുഷന് തുല്യനാണോ? ഈ പരിണാമ സിദ്ധാന്തം പറയുന്ന അനുസരിച്ച് സ്ത്രീ പുരുഷ സമത്വം ഉണ്ടോ? ഉണ്ടെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് സൃഷ്ടിക്കപ്പെട്ടോ, സ്ത്രീ ആണോ ആദ്യം സൃഷ്ടിക്കപ്പെട്ട, പുരുഷനാണോ സൃഷ്ടിക്കപ്പെട്ടെ ഒന്ന് പറയാൻ പറഞ്ഞു. ആകെ വിഷമിച്ചു. ആ വീഡിയോ കിടപ്പുണ്ട്, അതും ആവശ്യക്കാർക്ക് തരാം. ആകെ വിഷമിച്ചു. ഉത്തരമില്ല. നാദി കേട്ടോ, ഒരു സ്ത്രീയും പുരുഷന് കീഴടങ്ങാൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ കീഴടങ്ങാൻ വേണ്ട, നിങ്ങൾ കീഴടങ്ങുന്നില്ലല്ലോ. ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ചു തരിക, ഏത് വാസ്തു പ്രസംഗിച്ചാലും നിങ്ങൾ കീഴടങ്ങരുത്. ഞാൻ നിങ്ങളുടെ കൂടെ. ബൈബിളിലുണ്ടോ സ്ത്രീ പുരുഷന് കീഴടങ്ങാൻ? ഇല്ല. ഭാര്യ ഭർത്താവിന്. ചുമ്മാ ഇല്ലാത്ത കഥ പറയരുത്. കണ്ട സ്ത്രീകളെല്ലാം പുരുഷന് കീഴടങ്ങാൻ ഒക്കുമോ? ഒക്കെയല്ല. ഭാര്യ ഭർത്താവിന്. വീണ്ടും ഉണ്ട്, ഭർത്താവ് ഭാര്യയ്ക്ക് കീഴടങ്ങണോ വേണ്ടെന്നാണോ? നേരെ എഴുതിയിട്ടില്ലെങ്കിലും ഉണ്ട്, പറഞ്ഞുതരാം. ഭാര്യയുടെ ശരീരത്തിന്മീതെ അവൾക്കല്ല അവനത്രേ അധികാരമെന്ന്. പുരുഷൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിന് മീതെ അവനല്ല അവൾക്കത്രേ അധികാരമെന്ന്. സ്ത്രീയെ ബഹുമാനിക്കണം, വിവേകത്തോടുകൂടെ അവളോടുകൂടെ വസിക്കണമെന്ന് രേഖാമൂലം എഴുതി വെച്ച ഒരു പുസ്തകം കൊണ്ടാണ് നമ്മളീ വന്നിരിക്കുന്നത്. സ്ത്രീയെ ആദരിക്കാൻ പഠിപ്പിച്ച ഉജ്ജ്വല മാർഗം യേശുവിൻ്റെ അനുഗാമികളുടെ മാർഗമാണ്. ചിലർ പാതി എടുത്ത് തട്ടുന്നേ. അപ്പോൾ അവിടെയും നമുക്ക് ചർച്ചയുണ്ട്. അങ്ങനെ നമ്മൾ ഇവരോടൊക്കെ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് അതൊന്നും പിണങ്ങിയിട്ടല്ല, മനസ്സിലായോ? ഞങ്ങളത് കഴിഞ്ഞ് ഈ പറഞ്ഞ ആളോട് കൂടെ ചായ കുടിച്ചാൽ പിരിച്ച അത്ര സ്നേഹമാണ്, അത്ര സന്തോഷമാണ്. കൊടുക്കേണ്ടതൊക്കെ കൊടുക്കും. അത് നമ്മുടെ ജോലിയാണ്. സൗഹൃദത്തിനൊരു കുറവില്ല. സൗഹൃദം കളഞ്ഞ് നമ്മൾ സംസാരിക്കരുത്. തിരുവെഴുത്താണ്. പണ്ടൊരു പെങ്കൊച്ച് ഇറച്ചി മേടിക്കാൻ പോയി. അപ്പോൾ ആ ഇടയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഒരാൾ ആയിരുന്നു ഈ ഇറച്ചി വെട്ടുകാരൻ. പുള്ളി ആ വന്ന കാലമാണ്. എൻ്റെ ഈ കൊമ്പമീശൊന്നും കളഞ്ഞില്ല. പുള്ളിയുടെ ആത്മഭാരം കൊണ്ട് ഈ വന്ന കൊച്ചിനോട് സുവിശേഷം പറയാൻ തീരുമാനിച്ചു. പുള്ളി അതൊക്കെ ഈ കൊച്ചിനോട് ചോദിച്ചു, ഈ മാംസം ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്, ഈ കത്തിയെടുത്ത് 2 തേപ്പ് തേച്ചിട്ട് ചോദിച്ചു, പേരെന്താന്ന് ചോദിച്ചു. അവൾ പേര് പറഞ്ഞു. പേര് പറഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ചോദിച്ചു, കർത്താവ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോ ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. ഒറ്റ വെട്ടി മാംസം ഇങ്ങോട്ട് വെച്ചു. അപ്പോൾ സ്നാനപ്പെടാനൊന്നും ഇതൊരു തീരുമാനമെടുത്തിട്ടില്ലല്ലേ എന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞു. അടുത്ത് വെട്ടി ഇങ്ങനെ വെട്ടി. കൊച്ചവിടുന്ന് പ്രാണഭയം കൊണ്ട് ഓടി. അതിൻ്റെ അർത്ഥം പുള്ളി ആത്മാർത്ഥമില്ല ചെയ്തതല്ലെന്ന്. ചിലർ വിഷയം കൈകാര്യം ചെയ്താൽ ഈ രൂപത്തിലായിപ്പോവും. അതുകൊണ്ട് പറഞ്ഞാണ്, അല്ല പിണങ്ങേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞതേ, ത്രിയേകത്വത്തിൻ്റെ ഒരു പൊരുൾ ഒന്ന് പഠിക്കണം. പറയാം എന്തിനാണ് ഈ ത്രിയേകത്വം. ഞാൻ ആ നിരീശ്വരന്മാരോട് പറഞ്ഞൊരു കാര്യം, ഈ സ്ത്രീ പുരുഷ സമത്വം ഒന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അവിടെ പറഞ്ഞേക്കാം, ഒന്നും സമത്വം നടക്കില്ലെന്നേ. സമത്വം നടക്കുമോ? ഞാനും രാഹുൽ ഗാന്ധി ഒരുപോലാണോ? അയാളാ, ഞാൻ എൻ്റെ പേര് അനിൽ എന്നാണ്. ഞാനും അംബാനി ഒരുപോലാണോ? ഞാനും അദാനിയും വേണേ ഒരുപോലാന്ന് പറയാം. രണ്ടും ഇല്ലായ്മക്കാരാ. പിന്നെ ഒരു വ്യത്യാസം, പുള്ളിക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നിങ്ങനെ നാക്കി തീർത്തു നമ്മളല്ല. അതിരുന്നോട്ടെ. മനസ്സിലായില്ലേ? വ്യത്യാസം മനസ്സിലായില്ലേ? ഇങ്ങനെയാ. ഇവിടെ ഈ പറയപ്പെട്ട വിധത്തിലല്ലെന്ന്, വ്യത്യസ്തതകളുടേതാണെന്ന് ഈ ലോകമെന്ന്. അങ്ങനെയാ, വ്യത്യസ്തതകളുടേതാണ്. അങ്ങനെ വേറൊരു കാര്യമുണ്ട്. പ്രാണികളുടെ ലോകത്തേക്ക് നോക്ക്, അവിടെ പുരുഷാധിപത്യം ഉണ്ടെന്ന്. കന്നുകാലി നോക്ക്, പുരുഷാധിപത്യം ഉണ്ടെന്ന്. പൂക്കളെ നോക്ക്, പുരുഷാധിപത്യം ഉണ്ടെന്ന്. പാമ്പുകളെ നോക്ക്, പുരുഷാധിപത്യം ഉണ്ടെന്ന്. മനുഷ്യൻ്റെ ഇടയിലാണ് കുറച്ചെങ്കിലും കുറവുള്ളത്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. മാത്രമല്ല, ഈ ക്രൈസ്തവ രാഷ്ട്രങ്ങളിൽ ആ സ്ത്രീകൾക്ക് ഭരണാധികാരി വരെ ആകാൻ അവസരം കിട്ടിയത്. ബൈബിളിലെ സ്ത്രീ ആദരിക്കപ്പെട്ട സ്ത്രീ തന്നെയാണ്. അങ്ങനെയാ. പോട്ടെ. ഈ പറഞ്ഞ പോലെ ഞാൻ അവരോട് ഇത് പറഞ്ഞു ഇങ്ങനെ കുറേ പരിപാടിയുണ്ട്, പ്രകൃതി മുഴുവൻ ഇങ്ങനെയാന്ന് നിങ്ങൾ പറയും. ഇതൊക്കെ ഞാൻ പറഞ്ഞത്, ഞാൻ ഉണ്ടാക്കിയിട്ട് പ്രകൃതി പോയി ഇങ്ങനെ ആയതല്ലല്ലോ. ഞാൻ ആദ്യം പറയുകയും പ്രകൃതി രണ്ടാമത് ഇതുപോലെ ചെയ്യുകയും ചെയ്താൽ കുറ്റം എൻ്റെ. പ്രകൃതി ആദ്യം ഇതുപോലെ പുരുഷാധിപത്യം കാണിക്കുകയും കണ്ട ഞാൻ പറയുകയും ചെയ്തപ്പോൾ എൻ്റെ പേരിലാണോ കുറ്റം? ഞാൻ സാക്ഷി മാത്രമാണ്, മാപ്പ് സാക്ഷി. എന്നെ വിട്. പ്രകൃതിയാ കുറ്റം, എൻ്റെ കുറ്റമല്ല.
എന്നതുപോലെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്നുള്ളത് അയൽക്കൂടത്തോട്ട് എഴുതി വെച്ചല്ല, യേശു പറഞ്ഞതാ. പ്രൈസലോ ആ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് ഇന്ന് വിടുള്ളൂടുന്നു. അല്ല പിന്നെ വന്നാൽ മതി. എന്താണെന്നറിയണ്ടേ? ഇത് വരച്ച് പഠിക്കാൻ വേണ്ടി, കുറേ നേരം ചർച്ച ചെയ്യാൻ വേണ്ടി, തർക്കിക്കാൻ വേണ്ടി ദൈവം എഴുതി വെച്ച സംഭവമല്ലെന്ന്. സങ്കീർണമൊക്കെയാണ്, എനിക്ക് തർക്കമൊന്നുമില്ല. ഇത് മാത്രമല്ല, നരകം ഉണ്ടെന്നെങ്ങനെ തെളിയിക്കും? നിങ്ങളാരണ്ട് കണ്ടോ? തെളിയിക്കാൻ വയ്യ. ദൂതനുണ്ടെന്നെങ്ങനെ കണ്ടു? തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. മരണാനന്തര ജീവിതമുണ്ട്, തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. പിശാചുണ്ടെന്നെങ്ങനെ കണ്ടു? തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അവ യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ അനുഭവിക്കുന്നു. ഇതുപോലെയാണ് ദൈവം. ഇതെന്തിനാണ് ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായത് എന്ന് ഞാനൊന്ന് ബോധിപ്പിക്കാം. ശ്രദ്ധിക്കുക. സാരാംശത്തിലേകനായ ദൈവത്തെ പൂർണ്ണയളവിൽ ഭക്തൻ അനുധാവനം ചെയ്യണമെങ്കിൽ ദൈവം ത്രിയേകനായിരിക്കണം. അതിന് കാരണമുണ്ട്. ശ്രദ്ധിക്കാം. പിതാവ് എന്ന് പറയുന്ന ആള്, നമുക്ക് നമ്മുടെ പിതാവിനെ പറ്റി ഒന്ന് ചിന്തിക്കാം. ഈ ചിന്ത പുരുഷന്മാരെ കേന്ദ്രീകരിച്ചാണ് ഞാൻ പറയുന്നത്. ഇരിക്കുന്ന ആളുകളോടൊക്കെ ചോദിക്കുക, സ്വന്തം പിതാവിനെക്കുറിച്ചൊരു നിമിഷം ഓർത്താൽ, നമ്മുടെ അപ്പൻ, ഇപ്പോഴത്തെ നമ്മുടെ പ്രായവും കാലവും വെച്ചല്ല, നമ്മൾ കുട്ടികളായിരുന്ന ആ കാലത്ത് നമ്മുടെ അപ്പൻ നമ്മോട് പെരുമാറിയ രീതി കണ്ടാൽ അപ്പനോട് മിണ്ടാൻ തോന്നുമോ? മോശടത്തരം. PTA വന്ന പ്രശ്നം, നമ്മൾ വഴി നിന്ന വേറെ വിഷയം. ചുരുക്കി പറഞ്ഞ അപ്പനാകപ്പാടൊരു ശല്യമായിരുന്നു പണ്ട്. ശരിയല്ലേ? ചാണകം വാരിയില്ല വിഷയം, കൃഷിപ്പണിക്ക് ഇറങ്ങിയില്ല വിഷയം. സ്കൂളിൽ വരികയും സാറിനോട് പറയും 2 എണ്ണം കൊടുത്തേക്കണമെന്ന്. എന്തിനാണെന്നൊരു പിടിയില്ല. 2 എണ്ണം കൊടുത്തേക്കണം സാറേ എന്ന്. ഇങ്ങനായിരുന്നു അപ്പൻ. ചില അപ്പന്മാർ കുഞ്ഞുങ്ങൾ വഴി നിൽക്കുന്ന കണ്ടാൽ ആദ്യം 2 എണ്ണം കൊടുക്കും, പോടാന്ന്. അവൻ ബോംബിടാനൊന്നും പോകുന്നല്ല, 2 അടി. അപ്പൻ്റെ നേച്ചർ അതാ. താമസിച്ചു വരുന്ന കുഞ്ഞിനെ കണ്ടിട്ട് അപ്പൻ പറയും, 1 ഗ്ലാസ് വെള്ളം പോലും അവന് കൊടുക്കരുത്, കിടക്കട്ടവിടെ. അമ്മ അവിടെയൊക്കെ നമ്മളെ സഹായിച്ചേ. എന്നാൽ തിരിഞ്ഞ് ഇത്രയും തല്ലിയ, സ്കൂളിൽ വന്ന് നമ്മളെ അപമാനിച്ച, കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് തല്ലിയ നമ്മുടെ അപ്പനെ ഇപ്പോൾ ഒന്ന് ചിന്തിച്ചേ. കാലം എത്ര കഴിഞ്ഞാലും പറയും, ഇതായിരുന്നു എൻ്റെ അപ്പൻ. അഭിമാനമില്ലേ? കണ്ടോ? എന്നാൽ ഈ മോശടത്തരം ഇച്ചിരി കട്ടിയ. എങ്ങനെ വന്നു എന്ന് പറയാം. അപ്പനല്ലേ, നമ്മൾ കൈവിട്ടു പോകാതിരിക്കാൻ അപ്പനൊരു ഈഗോ ഉണ്ട്. പക്ഷേ ഈ അപ്പനെ എനിക്ക് സ്നേഹിക്കാൻ തോന്നിയത് എപ്പോഴാണെന്നറിയണ്ടേ? എനിക്കൊരു മകനുണ്ടായപ്പോൾ അപ്പൻ്റെ രീതി മാറി. എന്താ സ്ഥിതി കേൾക്കണോ? അച്ചടക്കമുള്ള അപ്പൻ, ശുദ്ധവൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന അപ്പൻ. സീറ്റ് ഔട്ട് ഇങ്ങനെ കിടക്കരുത്, വഴി ഇങ്ങനെ കിടക്കരുത്, പാത്രം ഇങ്ങനെ ഇരിക്കരുത്, ചായ ഗ്ലാസ് ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേ ഗൗരവം നടിക്കുന്ന നമ്മുടെ കാരണവരില്ലേ? കണ്ടിട്ടുണ്ടോ? ഈ കാരണവരുടെ വായിലേക്ക് കൊച്ചു ചെറുക്കൻ കടിച്ചു തുപ്പിയ കടലമുട്ടായി വായിലേക്ക് ഞെക്കി കൊടുത്തിട്ട് പറയാ, പപ്പ അത് ഇന്നാണ്ട്. പുല്ല് തിന്നുന്ന കണ്ടിട്ടുണ്ടോ? വല്യോപ്പാടെ മണ്ടേ കൊച്ചൻ കുതിര കയറുന്ന കണ്ടിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കരണം തീർത്ത് കൊച്ചനൊരടി വല്യപ്പനിട്ട്. കാണുന്ന നമുക്കൊന്ന് ഇവനിട്ട് 2 കൊടുത്താലെന്താ? നിങ്ങളൊന്ന് കൊടുക്കാൻ ചെന്നേ, വല്യപ്പൻ നിങ്ങളെ അടിക്കും. എന്താ കാര്യം എന്നറിയണ്ടേ? അപ്പന് നമ്മളെ സ്നേഹിച്ചു മതി വന്നില്ല. എനിക്ക് തരാത്ത 100 സ്വപ്നങ്ങൾ മുഴുവൻ അപ്പന് തരാൻ സമയം കിട്ടിയില്ല, അവസരം കിട്ടിയില്ല. അപ്പനിതെല്ലാം സന്തോഷം തീർക്കുന്നത് ഈ കുഞ്ഞിനെ ലാളിച്ച. പിടികിട്ടിയോ? ഏദനിൽ നമ്മോട് പിണങ്ങി നാം തകർന്നു സ്വർഗീയ പിതാവിനോട്. അന്നകന്നുപോയ മനുഷ്യരാശിയെ തൻ്റെ പുത്രൻ മുഖാന്തരം വീണ്ടെടുത്തപ്പോൾ ഇന്നും സ്വർഗീയ പിതാവിന് മതി വരുന്നില്ല, നമ്മെ സ്നേഹിച്ച് മതി വരുന്നില്ല. അതറിഞ്ഞിട്ട് തിരുവെഴുത്ത് പറയുന്നത്, കണ്ണീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പോഴേ ദൈവപിതാവിനെ പറ്റി ഒന്ന് കേട്ടോ. ഇന്ന് ഈ യോഗത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല, ഞാനൊരു കാര്യം മനസ്സിലാക്കാൻ പറയാം.
ദൈവപിതാവ് അക്ഷരാർത്ഥത്തിൽ ഇന്ന് യോഗത്തിന് വരാൻ തീരുമാനിച്ചു എന്ന് കൂട്ടിക്ക്. അക്ഷരാർത്ഥത്തില്ല, നടക്കില്ല, ഞാൻ പറഞ്ഞ അങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ എന്നോട് ബഹുമാനപ്പെട്ട വർക്കിച്ചാൻ പറയാണ്, മോനെ ഇന്ന് പിതാവ് യോഗത്തിലുണ്ടായിരിക്കും. ഞാൻ പറയുന്ന അച്ഛൻ തന്നെ പ്രസംഗിച്ചു, ഞാൻ വരുന്നില്ല. അച്ഛൻ പറയുക എനിക്ക് പറ്റിയല്ല. എന്നാൽ പിന്നെ സെക്രട്ടറിയോ ഒട്ടും പറ്റിയല്ല. നിങ്ങൾക്ക് ആർക്ക് ധൈര്യമുണ്ട് ദൈവപിതാവ് നിൽക്കുന്നവരിടത്ത് പോയി നിൽക്കാൻ? ദൈവപിതാവ് പറയും യോഗം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് വരിക. ഞാൻ പറയും എൻ്റെ പൊന്നച്ച വരരുത്. അതിൻ്റെ കാര്യം എൻ്റെ പ്രൈവസി മുഴുവൻ പോയി എന്ന് എനിക്ക് പേടിയാന്ന്. ഭയം, അയ്യോ ഭയം, വരരുതേ. എൻ്റെ പ്രൈവസി പോയി. വാർത്ത കാണാൻ വയ്യ, സംസാരിക്കാൻ വയ്യ, ചിരിക്കാൻ വയ്യ, കളിക്കാൻ വയ്യ. അയ്യോ ദൈവം, കാരണം ദൈവപിതാവിനോട് ഭയം. അതേസമയത്ത് യേശു കർത്താവ് പറയുക ഇന്ന് യോഗത്തിനുണ്ട്. ഞാൻ പറയാച്ചാൽ ഞാൻ പ്രസംഗിച്ചോളാം. യോഗം കഴിഞ്ഞ് പറയും ഞാൻ എൻ്റെ കൂടെ പോരും. കാരണം എൻ്റെ ഏത് പ്രൈവസിയിലും കൊണ്ടുപോകുന്ന സ്നേഹിതനല്ലേ അത്. നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവമല്ലേ അത്. നമ്മുടെ ആലിംഗനമല്ലേ അത്. നമ്മുടെ പ്രണയമല്ലേ അത്. നമ്മുടെ സ്നേഹമല്ലേ അത്. മറവരുളായിട്ടൊന്നുമല്ല നമുക്ക് അവിടെ ഇടപെടാൻ കഴിയുന്നത്. തുറന്ന് 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 ഇടപെടാൻ പറ്റുന്ന ഒരു രഹസ്യവും ഞങ്ങൾക്കിടയിൽ ഇല്ലെന്ന്. അത്ര ആധികാരികമല്ലേ ആ സ്നേഹം. പുത്രനെ തന്നപ്പോ ഞാൻ ഈ സ്നേഹം അനുഭവിച്ചു. പുത്രൻ സ്നേഹമാണ്. മനസ്സിലായോ? ദൈവപിതാവിനോട് എനിക്ക് ബഹുമാനം, ദൈവപുത്രനോട് സ്നേഹം. പക്ഷെ പുത്രൻ നമ്മളെ സ്നേഹിച്ചപ്പോൾ മുതലേ പിതാവിന് നമ്മളോട് കാരുണ്യം. പോട്ടെ പോട്ടെ, തെറ്റ് ചെയ്യുമ്പോഴൊക്കെ പോട്ടെ. പക്ഷെ ഇത് ഓവറായാലൊരു കുഴപ്പമുണ്ടേ. സ്നേഹിച്ച് 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 നമ്മളൊരു പരുവാകും, വഷളായിപ്പോവും. നമ്മൾ ഗൾഫിലോ അമേരിക്കയിലോ ജോലിക്ക് പോകാമെന്ന് വെച്ചോ, ഗ്രാൻഡ് അടുത്തേ മമ്മിയുടെ അടുത്തേ കുഞ്ഞിനെ ആക്കിയിട്ട് പോകാൻ തീരുമാനിച്ചാൽ തിരിച്ചു വരുമ്പോഴേക്ക് അവൻ വീരപ്പനേക്കാൾ കഷ്ടമാവും. കൂട്ടുകെട്ട് അവനെ നശിപ്പിക്കും. പിടികിട്ടിയോ? അങ്ങനെയാ. കാരണം തല്ലാൻ തോന്നത്തില്ല അവനെ. ഇപ്പം ഞാൻ എന്നൊക്കെ പറഞ്ഞു വരും, അവൻ മൈൻഡ് ചെയ്യത്തൊന്നുമില്ല. അവനത് ഗൗരവത്തിലെടുത്തിട്ടേ ഇല്ല. ഒന്നും നടക്കില്ല. അതാണ്. എന്നാൽ ആ വീട്ടിലേ ഒരങ്കിളുണ്ട്. അങ്കിള് ഇടയ്ക്ക് ഓരോ പെരുക്ക് കൊടുക്കും, ചെവിക്ക് പിടിക്കും, അടിക്കും. അങ്കിളെന്ന് പറയുമ്പോഴവന് പേടിയാ. അപ്പം പറയും അങ്കിൾ വരുന്നു, നീ കയറിക്കും. കയറും. അങ്കിള് തീർക്കാനും അടിക്കും. പക്ഷെ അങ്കിളിന് സ്നേഹമാണ്, സ്വന്തം മക്കളെക്കാൾ സ്നേഹമാണ്. അങ്കിൾ അടിച്ചാൽ അപ്പീലൊന്നുമില്ല, കാരണം സ്നേഹമാണ്. അങ്കിൾ അടിക്കുമ്പോൾ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ചെറുക്കൻ്റെ അപ്പൻ പറയാം രണ്ടുകൂടെ കൊടുക്കാൻ വയ്യായിരുന്നു. ഏതായാലും അവന് വഷളായി, രണ്ടെണ്ണം കൊടുക്കാൻ വയ്യായിരുന്നു. അളിയന് രണ്ടെണ്ണം കൂടെ കൊടുക്കാൻ വയ്യായിരുന്നു. അമ്മ പറയും പപ്പായ അവനൊരു പരിവാക്കി വെച്ചിരിക്കുന്നത്, നീ രണ്ടുകൂടെ കൊടുക്കാൻ വയ്യായിരുന്നു. അങ്കിൾ അടിക്കും, പേടിയാ. അപ്പോഴേ ദൈവപിതാവിനോട് കാരുണ്യം, ദൈവപുത്രൻ എന്നോട് സ്നേഹം. സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ, കാരുണ്യത്തിൻ്റെ ആഴത്തിൽ ഞാൻ വഷളായി പോയാതിരിക്കാൻ എനിക്കൊരു കാര്യസ്ഥൻ. അടി ഉറപ്പ്. മനസ്സിലായോ? അതാ പരിശുദ്ധാത്മാവ്. അർത്ഥം പിടികിട്ടിയോ? പരിശുദ്ധാത്മാവിന് നേരെ വ്യാജം പ്രയോഗിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവപരിശുദ്ധാത്മാവ് തീഷ്ണതയുള്ള ദൈവം അവിടെ ഇടപെട്ടുകൊണ്ടേയിരിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മനുഷ്യജീവിതത്തെ ഈ വിധത്തിലെ പരിപക്വമാക്കുന്നത്. അപ്പോൾ എൻ്റെ കാര്യസ്ഥന ഹോളി സ്പിരിറ്റ്. അവൻ്റെ തൃത്വമെന്ന് പറയുന്നത് വായിച്ചു പഠിക്കാനുള്ളതല്ല, അനുഭവിക്കാൻ. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദൈവത്തോട് ബഹുമാനം, പുത്രനോട് സ്നേഹം. പരിശുദ്ധാത്മാവ് എൻ്റെ മെന്ററാണ്. ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇതാ പരിശുദ്ധാത്മാവ്. അല്ലാതെ ബൈബിൾ പഠിച്ചു വന്ന വഴിക്ക് ഇരിക്കട്ടെ ഒരു തൃത്വം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കിയല്ല. ഈ 3 പേരെങ്ങനെ ഒന്നാകുന്നേ? ആ കണക്കൂടെ പറയാം. കണക്കല്ലേ പ്രശ്നം. ആദികൾക്ക് 3 പേരെങ്ങനെ ഒന്നാകുമെന്ന് ഉദാഹരണം വഴിയൊന്നും ഞാൻ സമർത്ഥിക്കുന്നില്ല. മനസ്സിലാകാൻ കാര്യം പറയാം. ദൈവം
ഇൻവാലിബിലിറ്റി ഉള്ളയാളാണ്. ദൈവം അപ്രമാദിത്വമുള്ളവനാണ്. ചെറിയൊരു പ്രാണി എന്തോ വന്നാണ്. എനിക്ക് കുറേ നാളായിട്ട് ഈ നോൺ വെജ് കഴിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഞാനിത് കൈകാര്യം ചെയ്യത്തുള്ളായിരുന്നു. കുറേ നേരം ഇങ്ങനെ ഇത് കറങ്ങിയപ്പോൾ ഞാൻ ഓർത്താ 2-3 തവണ. പക്ഷേ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. മനസ്സിലായല്ലോ? അപ്പോഴേ പറഞ്ഞു വന്നത്, ദൈവം അപ്രമാദിത്വമുള്ളവനാണ്. വേറൊന്നുകൂടി പറയാം, ദൈവം അപരിമിതനാണ്, പരിമിതിയില്ല. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി. ഈ മഹാദൈവം സർവശക്തനായി, സർവജ്ഞാനിയായി, സർവവ്യാപിയായി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കവേ ഇങ്ങനെ 3 പേരുണ്ടെന്ന് കരുതുക. അവർക്ക് 3 ആകാൻ ഒക്കില്ല, 1 ആകാനേ പറ്റൂ. പിടികിട്ടിയോ? ടൈമിൽ, സ്പേസിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സകല ജ്ഞാനം, സകല അറിവ്, സകല കാര്യശേഷി 3 പേരിൽ ഒരുപോലെ നിറഞ്ഞാൽ അത് 3 അല്ല, 1 ആയിരിക്കും. 1. ഇനി വലിയൊരു ഉദാഹരണം ബൈബിളിൽ നിന്ന് തരാം. ഞാൻ ബൈബിളിൽ നിന്ന് ഉദാഹരണം തരൂ. അല്ല പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, സൂര്യനിൽ നിന്ന് പ്രകാശം വരുന്നു, ഇതൊന്നും നമ്മൾ പറയില്ല, ബൈബിളിലുണ്ടല്ലോ. പറയാം. സമാഗമന കൂടാരത്തിൽ ഇടയ്ക്കൊക്കെ ഒരു സംഭവം നടക്കും. യഹോവയുടെ തേജസ് അവിടേക്ക് ഇറങ്ങും. യഹോവയുടെ തേജസ് ഇറങ്ങുമ്പോൾ അകത്തൊരു സംഭവമുണ്ട്, മെനോറ. മെനോറ എന്ന് വെച്ചാൽ തങ്കനിലവിളക്ക്. ആ നിലവിളക്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ച് ദീപം ജ്വലിപ്പിക്കും. ആ വിളക്ക് തന്നെ ഇങ്ങനെ ശോഭിച്ചു നിൽക്കും. സമാഗമന കൂടാരം മുഴുവൻ വെളിച്ചത്തിൽ ഇങ്ങനെ കുളിച്ച് കിടക്കെ. പുറത്തുനിന്ന് വരുന്ന ദൈവത്തിൻ്റെ പ്രകാശ വീജികൾ തകശുതോൽ കൊണ്ടുള്ള മേൽമൂടിയ കീറി മുറിച്ച് ട്രാൻസ്പെറൻ്റായി സകല തടസ്സങ്ങളെയും അതിജീവിച്ച് താഴേക്കിറങ്ങി ഇത് തേജസ്സിൽ കുളിച്ചു കിടക്കും. ദൈവത്തിൻ്റെ ഷെക്കേന. ഷെക്കേനയ്ക്കകത്ത് നിങ്ങൾക്ക് മെനോറയുടെ വെളിച്ചവും ഷെക്കേനയുടെ വെളിച്ചവും വേർതിരിക്കാൻ വയ്യ. 2 പ്രകാശവും ഒരുമിച്ച് കൂടി ഒന്നായി. ഒറ്റ പ്രകാശം. എടുത്തു മാറ്റിയ 2. മനസ്സിലായോ? ഇങ്ങനെയാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നേ. ഗുണഗണങ്ങളിൽ, പ്രവൃത്തികളിൽ എല്ലാം അവിടുന്ന് തുല്യർ. നമ്മുടെ പ്രമേയം ഇതല്ല. ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. എന്താണ് ഈ ലോഗോസ്? പറയാം. അത് വെറുതെ വചനം വാക്കെന്ന് പറഞ്ഞാൽ പോരാ. ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു. അതാ വചനത്തിൻ്റെ ഗ്രീക്ക് വേർഡ്. നമ്മളത് പഠിച്ചിട്ടുള്ള ലോഗോസ്. ഈ ലോഗോസ് എന്താണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആരുടെയും വാക്കല്ല. ഗ്രീസിൽ പണ്ടൊരു തത്വജ്ഞാനി ഉണ്ടായിരുന്നു, ഒരു പണ്ഡിതൻ. അയാളുടെ പേര് ഹെറാക്ലിറ്റസ് എന്നായിരുന്നു. എങ്ങനെയാ? ഹെറാക്ലിറ്റസ്. ഈ ഹെറാക്ലിറ്റസ് തൻ്റെ ജനത്തെ പഠിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുക, ഇതിനൊരു ക്രമമുണ്ട്. ഒരു ക്രമം, ഒരു ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഈ പ്രപഞ്ചത്തിൻ്റെ ഗതിവിഗതികൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ജലം ബാഷ്പീകരിച്ച് മുകളിൽ ചെല്ലുന്നു. നീരാവിയായി അത് ചെന്നിട്ട് കാർമേഘമായി കെട്ടി നിൽക്കുന്നു. അത് മഴയായി പെയ്തിറങ്ങുന്നു. ഈ ജലപരിവൃത്തി ഒരു ആജ്ഞയനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയല്ലേ? മുമ്പേ പറഞ്ഞ സമുദ്രം മണലിനെ ഭേദിച്ച് അത് കരയ്ക്ക് കയറുന്നില്ല, ആജ്ഞ അനുസരിക്കുന്നു. ഭൂമി അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു, ഗതി മാറിപ്പോകുന്നില്ല. ചെറിയ വ്യതിയാനമുണ്ട്.
സമ്പൂർണ്ണ അളവിൽ ഗതി മാറാൻ പറ്റില്ല. ഇനി മറ്റൊരത്ഭുതം ഞാൻ പറയാം. ഞാനും നിങ്ങളും പാദമൂന്നി നിൽക്കുന്ന ഈ ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്. നമുക്കറിയാം കറങ്ങുന്നുണ്ട്. ഒപ്പം അത് 23 ഡിഗ്രിയിൽ ചെരിഞ്ഞിട്ടുണ്ട്. 23 അച്ചുതണ്ടൊന്നുമില്ല, സാങ്കല്പിക. കറങ്ങുന്നൊരു വസ്തുവിന് അങ്ങനെ വേണമല്ലോ എന്നോർത്ത് നമുക്ക് മനസ്സിലാകാൻ സാറ് പറഞ്ഞു തന്ന അച്ചുതണ്ടെന്ന്. അടുത്ത കാലത്ത് ആരോ ദേവാസന്മാർ പരസ്യവും നടത്തി പറഞ്ഞു ആ അച്ചുതണ്ടെല്ലാം ദ്രവിച്ചു തുടങ്ങിയെന്ന്. അമേരിക്കയിൽ നിന്ന് നാസ കണ്ടുപിടിച്ചെന്നാണ്. ദ്രവിച്ച അച്ചുതണ്ടിൽ ഭൂമി ഇങ്ങനെ പോകുന്നത്. അത് കേട്ട് ആളുകൾ അലറിക്കരയായിരുന്നു. ഏതായാലും ഈ ഭൂമിയുടെ ചെരിവ് 23 ഡിഗ്രി കൃത്യമല്ല, ഏകദേശം 23 ഡിഗ്രി ചെരിവ് 22 എന്ന് വെച്ചോ. അതിനെ കുഴപ്പം? കുഴപ്പമുണ്ട്. ഭൂമി തണുത്തുറഞ്ഞുറഞ്ഞുറഞ്ഞുറഞ്ഞ് ഒരു വലിയ മഞ്ഞുഗോളമായി മാറും. പിന്നെ മഞ്ഞേ ഉള്ളൂ. ചെറിയ കണക്കിൻ്റെ വ്യത്യാസം മതി. ഇത് മഞ്ഞ് കണമായി, ഒരു മഞ്ഞ് ഗ്രഹമായി മാറാൻ. 23 എന്നുള്ളത് 24 വഴിമാറിയാലോ വിപരീതമാ ഫലം. ഭൂമി ആളി കത്തി 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 കരിഞ്ഞ് കരിഞ്ഞ് കരിഞ്ഞില്ലാതാകും. ആലോചിച്ച് നോക്ക്. ഇടത്ത് കനത്ത ചൂട്, വലത്ത് കനത്ത തണുപ്പ്, രണ്ടിൻ്റെയും മധ്യത്തിൽ കൃത്യമായ ഒരു അനുപാതം, ഒരു ഗണിതം സങ്കല്പിച്ചിട്ട് ആ ഗണിതത്തിൽ ഭൂമിയെ ശൂന്യതയിൽ തൂക്കിയിട്ട് കോടാനുകോടി യുഗങ്ങൾ അതിന്റെ പ്രവൃത്തി ചെയ്യാൻ കാരണഭൂതനായ ഒരുവന്റെ ആജ്ഞാശക്തി ഇതിന്റെ പിന്നിലില്ലെന്ന് ആര് പറഞ്ഞു? ഈ ബോധമുള്ളവന്റെ പേരാ വാസ്തവത്തിൽ യുക്തിവാദി. യുക്തി കൊണ്ട് ഇങ്ങനെ ചിന്തിക്കണ്ടേ? യുക്തി ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ യുക്തന്മാർ ധരിച്ചത് അവർക്കാണ് യുക്തി എന്നല്ല. നിനക്ക് യുക്തി ഇല്ല, അതാ വിഷയം. ഈ പ്രപഞ്ചത്തിനൊരു കാരണഭൂതനെ കണ്ടുപിടിക്കാം തീർച്ചയായിട്ടും. ഈ മൊബൈൽ താഴെ വീണ് ഉടഞ്ഞു എന്ന് വിചാരിക്കുക. ഈ മൊബൈൽ താഴെ വീണ് ഉടഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേ ചിലർക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരു ഉപകാരം നടക്കുന്നേ നടക്കട്ടെന്ന്. ഇതുവരെ ഉറങ്ങാതിരുന്ന ക്ഷീണിച്ചിരുന്ന ചില ആളുകളുടെ മുഖത്തൊരു വലിയ ഉണർവ്. ഇതങ്ങ് പൊട്ടിയെന്ന് സങ്കല്പിക്കുക. കോടാനുകോടി വർഷങ്ങൾ ഇവിടെ കിടന്നാൽ ഇവ കൃത്യമായി തിരിച്ചു വന്ന് ഒരു ഫോഴ്സുമില്ലാതെ ഇങ്ങനെ മൊബൈലാകുമെന്ന് വിശ്വസിക്കുന്നതാണോ യുക്തി? ഇതിനൊരു കമ്പനി ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണോ യുക്തി? നീ പറ, ഏതാ യുക്തി? ഈ പ്രപഞ്ചത്തെ ഈ അനുവാദത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു ശില്പി ഉണ്ടെന്ന് വിശ്വസിക്കുന്നതോ നിരസിക്കുന്നതോ യുക്തി അതോ ബുദ്ധി? പറയൂ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാരുണ്ടോ എന്ന് കാണാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കുന്നു. ആ നോട്ടത്തിൽ ഒരിക്കലായി നമ്മളും പതിഞ്ഞു കൃപയാൽ. ഹല്ലേലൂയ. തിരിച്ചു വരാം. അപ്പോഴേ ഈ ഹെറാക്ലിറ്റസ് ഒരു ക്രമം കണ്ടിട്ട് നമ്മളോട് പറയാ, ഈ പ്രപഞ്ചം മുഴുവൻ നിയതമായ നൈയാമികമായ ഒരു സംവിധാനത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നു, നിയമത്തെ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഈ ആജ്ഞ ഒരുവൻ്റെ ആയിരിക്കും. കാരണം പലരാജ്ഞ ഇട്ടാൽ ഒരു കാര്യം വിജയിക്കരുത്. മനസ്സിലായോ? പറയാം. അപ്പോൾ നമുക്കിവിടെ ഒരു ലീഡറുണ്ട്. അദ്ദേഹം ഒരാജ്ഞ ഇട്ടാൽ അദ്ദേഹത്തിന് ആജ്ഞ ഇടാം നമ്മുടെ ബൈലോക്ക് അനുസരിച്ച്. നമ്മൾ എന്തിനനുസരിക്കുന്നത്? ഇത് പ്രോപ്പറായിട്ട് പോകാനാ, കൃത്യമായിട്ട് പോകാനാ. സുപ്രീം കോർട്ട് എന്തിനാ ഒരു ഡയറക്ഷൻ തരും നമുക്ക്? ഈ രാജ്യം ഭംഗിയായിട്ട് പോകാനാ. ഒരു ആജ്ഞ അനുസരിച്ചാണ് പോകുന്നത്. സുപ്രീം കോടതി ആജ്ഞ ഇടുമ്പോൾ ഞാൻ പറയണോ അങ്ങനൊന്നും ഞാൻ അനുസരിക്കില്ല? ഒന്ന് കാണിച്ചു നോക്കി അറിയാം വിവരം. ഒരാജ്ഞ പലരാജ്ഞാപിച്ച് എങ്ങനെ ഇരിക്കും? പറയാം. ഒരു 5-6 പോലീസുകാർ മാനസികമായിട്ട് പരസ്പരം പിണങ്ങിയിട്ട് ഒരു 4 കവലെ വണ്ടി തിരിച്ചുവിടാൻ നിന്നൊന്ന് കൂട്ടിക്കുമോ? ഒരുത്തൻ ഇങ്ങനെ, ഒരുത്തൻ തടയുന്നു. ഇത് കാണേ കഞ്ഞിക്കുഴി ചെല്ലണം കോട്ടയത്ത്. ഞാനൊരു പറഞ്ഞു, നിങ്ങൾ ആദ്യം ഒരു തീരുമാനം എടുക്ക് സാറേന്ന്. തന്നല്ല ഈ വണ്ടിയും കൊണ്ട് വരുന്നവനെ കാണുന്ന ഏതാണ്ട് പാകിസ്ഥാനിൽ നിന്ന് വന്നവനാണ്.
നമ്മളതാണ്ട് കുറ്റം ചെയ്തേച്ച് വന്നോല്ല. ഉത്സവം നടക്കുന്നു, പെരുന്നാൾ നടക്കുന്നു, റാസ വരുന്നു, നമ്മളെന്താ പഴിച്ച്? പാവപ്പെട്ട നമ്മൾ ടാക്സി അടച്ച് അതിലേ വണ്ടിയും കൊണ്ട് ചെല്ലുമ്പോൾ ആ നോട്ടവും നിപ്പവും ഒക്കെ കണ്ടാൽ ഭീകരവാദി ബിൻ ലാദൻ്റെ അനിയനായി വരുതെന്നുള്ള നിലയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഒരുത്തൻ ഇങ്ങനെ കാണിക്കും, ഒരുത്തൻ ഇങ്ങനെ കാണിക്കും, ഒരുത്തൻ അങ്ങ്. എന്താ വിഷയം? ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത്. നമ്മുടെ അനീഷ് വാസൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. ഞങ്ങളവിടെ ഈ ചെവി കേൾക്കാത്തൊരു സഹോദരനുണ്ടാകും. അപ്പോൾ അവരുടെ വീട്ടിലൊരു പ്രാർത്ഥന നടക്കുക. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ പെട്ടെന്ന് ആ വീട്ടിലെ കാരണവർക്ക് ഭൂതവളയും. പുള്ളി ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ ഭൂതത്തിൻ്റെ ആ ചേഷ്ടകൾ അറിയാമല്ലോ. അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെവി കേൾക്കാത്ത പയ്യൻ വന്നപ്പോൾ പുള്ളിയുടെ അപ്പൻ ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, ആകെപ്പാടെ വിഷയം. അപ്പോൾ ഇവനോട് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം. ബാക്കി ആൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്തിരുന്ന മാന്യനായ ഒരു അച്ചായൻ ഇവനോട് ഇത് കാണിച്ചു കൊടുത്തു. 2 കൊമ്പ്, നാക്ക്, പല്ല് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഒരാൾ കണ്ണു തുറന്നപ്പോൾ ഈ അച്ചാൻ ഇങ്ങനെ വെക്കുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് പുള്ളി പേടിച്ചിട്ട് പറഞ്ഞു, ഒരു പ്രാർത്ഥനാവല ഇവിടെ ഇടാൻ. ഒരു ഭൂത ഒറിജിനൽ അവിടെ, ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ. നടന്ന സംഭവം. ഈ പുള്ളിയോട് ചോദിച്ചേ, ഞാൻ ഇരിക്കുന്ന യോഗത്തിലാണ്, ഞാനിത് കണ്ട അവിടെ അനങ്ങാതിരുന്നു, മറി ഇതൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞ പോലെ ഒന്നും അനങ്ങിയില്ല. പിന്നെ അവിടെ നടന്ന പ്രപഞ്ചമൊന്നും പറയണ്ട. ആച്ചാരോട് ചോദിച്ചു, വീട്ടിൽ പോകാമെന്ന് ചോദിച്ചു. പോകാമെന്ന് പറഞ്ഞു. എപ്പോൾ പോകാം? യോഗം കഴിയുമ്പോഴേ പൊക്കോളാമെന്ന് പറഞ്ഞു. അതുവരെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഇത് ആജ്ഞ പലയിടത്തുനിന്ന് വന്നാൽ ഒന്നും കൃത്യം പോവില്ല. കൃത്യം പോവില്ല എന്ന് കൃത്യമായിട്ട് നടക്കൂല. അതാ വസ്തുത. അപ്പോൾ ഹെറാക്ലിറ്റസ് പറഞ്ഞു, സകലത്തിൻ്റെയും പിന്നിൽ ഒരാജ്ഞാശബ്ദമുണ്ട്. ആ ആജ്ഞാശബ്ദത്തിന് ഹെറാക്ലിറ്റസ് ക്രിസ്തുവിന് 500 കൊല്ലം മുമ്പേ ഒരു പേരിട്ടു, ലോഗോസ്. ഹെറാക്ലിറ്റസേ, ഈ ലോഗോസ് എന്ന് താങ്കൾ പറഞ്ഞ എന്താ? പറയാം, അതാണ് ശാസ്ത്രം, അതാണ് ജ്ഞാനം, അതാണ് അറിവ്, അതാണ് ജ്ഞാനത്തിൻ്റെ പൂർണ്ണത, അതാണ് ശക്തി, അതാണ് ശക്തി സ്രോതസ്. ഇങ്ങനെ പറഞ്ഞ് ഇദ്ദേഹം അങ്ങോട്ട് വിശദീകരിച്ചു. ആ വിശദീകരണമെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ കാലമേറെ കഴിഞ്ഞിട്ടും ഈ ലോഗോസ് എന്താണെന്ന് കൃത്യം നിർവചിക്കാൻ ഒറ്റ ഗ്രീക്ക് പണ്ഡിതനും കഴിയാതിരുന്നപ്പോൾ ബേസൈദ കടൽക്കരയിൽ മത്സ്യബന്ധനത്തിലേർപ്പെട്ട സെബദിയുടെ മകൻ എന്ന പഠിപ്പില്ലാത്ത സാമാന്യ മനുഷ്യൻ, അവൻ്റെ ആകെയുള്ള യോഗ്യത യേശുവിൻ്റെ ഓരം ചാരി 3.5 കൊല്ലം യേശുവിൻ്റെ പദാന്തിയെ കിടന്നു പഠിച്ചു. യേശുവിൻ്റെ ചെരുപ്പ് കെട്ടിക്കൊടുത്തു, യേശു കഴിച്ച പാത്രം കഴുകിക്കൊടുത്തു, യേശുവോടൊപ്പം നടന്നു. ആ ശബ്ദം കേട്ടു, എനിക്ക് ജീവിക്കുന്നത് അങ്ങയോടുകൂടെ. ആ ബോധ്യത്തിൽ നടന്നപ്പോൾ തമ്പുരാൻ അവനെ കൊണ്ട് പറയിപ്പിച്ചു, അല്ലയോ ഹെറാക്ലിറ്റസേ, അല്ലയോ ഗ്രീക്ക് ചിന്തകന്മാരെ, നിങ്ങളാ പറഞ്ഞ ലോഗോസില്ലേ, നിങ്ങളാ പറഞ്ഞ വചനമില്ലേ, ആ വചനം ദൈവമായിരുന്നു. ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ആ വചനം യേശു ക്രിസ്തുവാണ്. പിന്നെ അവൻ 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 എന്ന് പറഞ്ഞിട്ട് പറയുക, അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇത് കൃത്യം തെളിവ് അങ്ങോട്ട് കൊടുക്കുന്നേ. ഞാനിപ്പോൾ സംഭരിക്കാം. അപ്പോഴേ ഈ വന്ന വ്യക്തിയിൽ അപകടമോ ഉണ്ടെന്ന് പറയാം. കൃപയും സത്യവും നിറഞ്ഞു. സത്യം നിറഞ്ഞാൽ കുറേ അപകടമുണ്ടെന്ന് പറയാം. നമുക്കെല്ലാ സത്യവും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഞാൻ അടുത്ത കാലത്ത് വഴിയോരത്ത് 2 കുട്ടികൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിട്ട് ബൈക്കിടിച്ച് താഴെ വീണ് ഈ കണ്ണും വായുവെല്ലാം ഇളകി, പല്ലെല്ലാം ഇളകി വഴി വീണ് കിടക്കുക. ആരും കൊണ്ടുപോകുന്നില്ല. ഞാനവരെ എടുത്തു എന്ന് പറയാനൊന്നുമില്ല. അവരെ പിടിച്ച് വണ്ടി കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. ഒടുവിൽ വല്ലാത്തൊരു അപകടാവസ്ഥയിലേക്ക് പോവാ. ഇതുവരെ ആ മോന് ബോധം തെളിഞ്ഞിട്ടില്ല. ആഴ്ച 2ആയി. കോമാ സ്റ്റേജിൽ കിടക്കുക. അവൻ്റെ അമ്മയും വേണ്ടപ്പെട്ടവരൊക്കെ വരും. വന്നിട്ട് ചോദിക്കും, എങ്ങനുണ്ടെന്ന് പറയാൻ പറ്റുമോ? പ്രസവിച്ച അമ്മയോട് പറയാൻ പറ്റുമോ അവസ്ഥ? അവിടെ അപ്രിയ സത്യങ്ങൾ പറയാൻ പരിമിതിയുണ്ട്. അവിടുന്ന് മാറുകയെ രക്ഷയുള്ളൂ. അതുകൊണ്ട് സത്യം നിറഞ്ഞിരിക്കുന്ന ഒരാൾ എൻ്റെ കൂടെ വന്നാൽ എനിക്ക് ഭയമുണ്ട്. എന്നെക്കുറിച്ചുള്ള സകല സത്യങ്ങളും അറിയുന്ന
ഒരാൾ കൂടെ വരുന്നത് എനിക്ക് ഭയമാണ്. നിങ്ങൾക്ക് ഭയമുണ്ടോ? ജനിച്ച നാൾ മുതൽ ഇവിടെ വരെയുള്ള സകല സത്യങ്ങളും കൃത്യമറിഞ്ഞ സോഫ്റ്റ്വെയർ ഒരുവൻ്റെ കയ്യിലുണ്ട്. സകലവും നഗ്നവും മലർന്നതുമായി അവൻ്റെ മുമ്പാകെ കിടക്കുന്നു. അവൻ കൂടെ വരുമ്പോൾ ഞാൻ പറയും, വരല്ലേ വരല്ലേ വരല്ലേ. സത്യത്തിൻ്റെ ഏകദേശ ചിത്രം മാത്രം ലോകത്ത് നമ്മൾ കണ്ടപ്പോൾ സത്യം മാത്രം ശീലിച്ചവൻ, ഞാൻ തന്നെ വഴിയും സത്യവും എന്ന് അരുളി ചെയ്തവൻ, മാറ്റമില്ലാത്തവൻ, സത്യത്തിൻ്റെ പൂർണ്ണത കൂടെ വരുമ്പോൾ എനിക്ക് ഭയം. പക്ഷെ അവൻ പറയും, പേടിക്കണ്ടെന്നേ, എനിക്ക് നിന്നെ അറിയാം, നിന്റെ ജീവിതത്തിൻ്റെ ആകത്തുക അറിയാം. ആ സത്യം നിനക്കെതിരായി നീ നാളെ മരണത്തിന് അർഹനായി കൊലമരത്തിൽ കിടക്കേണ്ടവനാ. പക്ഷേ ഞാൻ നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാത്ത മറ്റൊരു നിറവെനിക്കുണ്ട്, അതാണ് കൃപ. കൃപ നിറഞ്ഞപ്പോൾ സത്യവും കൃപയും തമ്മിലുള്ള ആ സമന്വയം ഒരുവൻ ഇഴുകിച്ചേർന്നത് കൊണ്ടാ നമ്മുടെ രക്ഷ പൂർത്തീകരിക്കപ്പെട്ടത്. രക്ഷയുടെ തത്വശാസ്ത്രം അവിടുത്തെ ദയാവായ്പാണ്, അവിടുത്തെ കൃപയാണ്. കാരണം പറയാ, ഈ യേശു കർത്താവേ സത്യമറിഞ്ഞിട്ട് നമ്മെ ശിക്ഷിക്കാൻ വന്നവനല്ല, രക്ഷിക്കാൻ. ഞാനതിന് ഒരു തെളിവ് പറയാം. ജീവിതത്തിലൊരിക്കലും ഒരു പാപിയുടെ പാപസംബന്ധമായ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടി പരിഹസിക്കാത്ത ഒറ്റ ഉലക ഗുരുവയുള്ളൂ, അത് യേശുവാണ്. മത്തായി എന്ന ചുങ്കക്കാരനെ കണ്ടിട്ട് അവൻ വിമർശിച്ചില്ല. സക്കായി എന്ന കുടുംബാവിയെ കണ്ടിട്ട് അവൻ വിമർശിച്ചില്ല. ഒരഭിസാരികയെ കണ്ട് സംസാരിച്ചിട്ട് അവൻ ആക്ഷേപിച്ചില്ല. അവളെക്കുറിച്ച് ഹീനമായ വർത്തമാനങ്ങൾ പറഞ്ഞില്ല. അവന്റെ മുമ്പിൽ വന്നുപെട്ട ഒരു പാപിയെയും പരിഹസിച്ചില്ല. പക്ഷേ അവന്റെ അരികിലേക്ക് പാപി വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു, അയ്യോ ഞാൻ പാപി, ഞാൻ പാപി, എന്റെ വീട്ടിൽ നീ വരുവാൻ എനിക്കെന്ത് യോഗ്യത? നമുക്ക് പറയാ, നസ്രായനായ യേശുവേ, അങ്ങ് ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു, സ്നേഹം കൊണ്ട് നീ ഞങ്ങളെ തോൽപ്പിക്കുന്നു. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ പാപബോധം ഞങ്ങൾക്ക് വകതിരിവാണ്. ആ വകതിരിവിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു നിന്റെ കൃപയാണ് ഞങ്ങളെ നിന്നോട് അടുപ്പിച്ചത്, സ്നേഹമല്ലാതെ മറ്റൊന്നല്ല. ഞാൻ ഒരു വസ്തുത പറഞ്ഞ് ആ ഉത്തരം ഇങ്ങനെ പൂർത്തീകരിക്കാം. ബഹുമാന്യരേ, കൃപയിലധിഷ്ഠിതമായ ആ കാരുണ്യവാത്സല്യം അനുഭവിച്ചറിഞ്ഞ ഭക്തൻ പറയാ, ഞങ്ങൾ അവനിൽ പിതാവിൻ്റെ തേജസ്, ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. വീണ്ടും ദൈവത്തിന്മാർ പറയാ, ഞങ്ങൾ അവിടുത്തെ മഹിമ കണ്ട സാക്ഷികൾ, ഞങ്ങൾ ആ മഹത്വം കണ്ടു. എന്തായിരിക്കാം അവർ കണ്ട മഹത്വം? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ഉപസംഹരിക്കാം. യേശുവിന് ചുറ്റും ഒരു പ്രഭാവലയം തേജസ്സായി വ്യാപിക്കുന്നത് അവർ കണ്ടെന്നാണോ? ഞാൻ പറയുമല്ല. യേശു വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു ദിവ്യ ജ്യോതിസായി അവർ കണ്ടുവെന്നാണോ? അല്ല. അവർ കണ്ട തേജസ് നമ്മളും കണ്ട തേജസ്സാ, അത് മറ്റൊന്നുമല്ല. പറയാം, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും യേശുവിനെ നേരിട്ട് കണ്ടോ എന്നെനിക്കറിയില്ല. ഏതായാലും ഞാൻ യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ കാണാൻ പറ്റില്ലെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. കാണാൻ പറ്റിയേക്കാം. പക്ഷെ ഞാനിതുവരെ യേശുവിൻ്റെ ഒരു വെളിപ്പാടോ ഒരു ദൃശ്യമോ കണ്ടിട്ടില്ല. അത് കാണാതെ ഇഹലോകം വിട്ട് മരണപ്പെട്ടാലും എനിക്കതിൽ പരിഭവമില്ല. എന്താ കാര്യം? ഞാൻ കണ്ടില്ല, പക്ഷെ ഞാനവനെ ആസ്വദിക്കുന്നു, ഞാനവനെ അനുഭവിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഒരു നിമിഷം പോലും സംശയമില്ലാതെ ഞാനവനെ അനുഭവിക്കുന്നു. അവനെൻ്റെ ജീവിതത്തോട് നിഴൽ പോലെ പറ്റി നിൽക്കുന്നു. ഏതാപത്ഘട്ടത്തിലും അവൻ കൂടെയുണ്ട് എന്ന ബോധ്യം എന്നെ കരുത്തരാക്കുന്നു. ഈ അനുഭവമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 100 പ്രതിസന്ധികളുടെ നടുവിൽ നമ്മളെ കരുത്തരാക്കുന്നത് ആ വസ്തുതയെങ്കിൽ നമുക്ക് ഉലകത്തോട് പറയാ, ഞങ്ങൾ അവന്റെ മഹിമ കണ്ടിരിക്കുന്നു, അവന്റെ ഗുണഗണങ്ങൾ കണ്ടിരിക്കുന്നു. ആ ഗുണഗണങ്ങളുടെ ആകത്തുകയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഏത് പ്രതിസന്ധിക്കകത്തും ക്രിസ്തുവിൻ്റെ ഭക്തന്മാർ ഉറച്ചു നിൽക്കുന്നത്. അതിന് ഞാനൊരു ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കാം. പണ്ട് ക്രൈസ്തവരെ വല്ലാതെ പരിഹസിക്കുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. നേരിട്ട്
അദ്ദേഹത്തിന് നമ്മെ പരിഹസിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളെ കളിയാക്കി ഒരു പേരിട്ട് വിളിക്കും. യേശുവിനെ അവരങ്ങ് കളിയാക്കും. ഗലീലിയൻ, ഒരു വല്ലാത്ത പേരിട്ട് കളിയാക്കും. ഗലീലിയൻ എന്നേ പറയൂ. യേശു എന്ന് പറയില്ല, ക്രിസ്തു എന്ന് പറയില്ല. ബൈബിളിൽ പലപ്പോഴും ഈ പരിഹാസം പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. നീയും ആ ഗലീലിയനൊപ്പം, ഒരു പരിഹാസ പേരാണ്. ഈ ചക്രവർത്തി ഈ നാമത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഡയോക്ലീഷ്യൻ. അദ്ദേഹം 303 ബൈബിളിന്റെ പ്രതികൾ മുഴുവൻ കത്തിക്കാൻ ഉത്തരവിടുകയും ഗലീലിയൻ എന്ന് ക്രൈസ്തവരെയും ആ മാർഗത്തെയും ആക്ഷേപിക്കുകയും ചെയ്ത് ജീവിതാന്ത്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ശരീരമാസകലം മാരക രോഗങ്ങൾക്ക് വിധേയനായി. ഒരാളും അടുക്കാത്ത അറപ്പും വെറുപ്പും തോന്നുന്ന ദുർഗന്ധം. കൊട്ടാരത്തിൻ്റെ അകത്തളത്തിൽ കല്ലുപതിച്ച കിടപ്പറയിൽ അദ്ദേഹത്തെ കിടത്തി. മാറ്റി മാറ്റി അടുത്തടുത്ത ഇടത്തേക്ക് കിടത്തി വെള്ളമൊഴിച്ച് ശുദ്ധീകരിച്ചാലും പോകാത്ത ദുർഗന്ധം. ആരും എടുക്കുന്നില്ല. രാജ്ഞിമാർ അരികിൽ വരുന്നില്ല, സേവകർ വരുന്നില്ല, ആർക്കും എടുക്കാൻ വയ്യ. അപ്പോഴും അദ്ദേഹം ക്രൈസ്തവരെ പരിഹസിക്കുന്നതിൽ ഒട്ടും കുറവ് വരുത്തിയില്ല. മരണം വരെ ഈ രൂപത്തിൽ. ഒരു രാത്രി അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ തന്നെ വിട്ട് ഈ ദുർഗന്ധം പോകുന്ന ഒരനുഭവം തോന്നി. തൻ്റെ ശരീരം സുഖപ്പെടുന്ന ഒരനുഭവം തോന്നി. ആരും വരാത്ത തൻ്റെ അരികിലേക്ക് ആരാണ് വന്ന് ശുദ്ധീകരിച്ച് കുന്തിരിക്കം പുകച്ച് സുഗന്ധദായകമായ അന്തരീക്ഷം സംജാതമാക്കിയത് എന്ന് അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. കർത്താവിൻ്റെ ഒരു ദിവ്യദർശനം അവിടുന്ന് വരുന്നു, തഴുകുന്നു, ആശ്വസിപ്പിക്കുന്നു. കരയാതെ, ഭാരപ്പെടാതെ, ഏത് കൊടുമ്പാവിക്കും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാത്ത ഗലീലിയൻ അവിടെയും വന്നു. ചക്രവർത്തി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഓ ഗലീലിയൻ, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഗലീലിയൻ, ഞാൻ നിന്റെ മുമ്പിൽ തോൽക്കുന്നു. ഗലീലിയൻ, ഞാൻ കീഴടങ്ങുന്നു. ഇതെൻ്റെ തോൽവി. അല്പം കഴിഞ്ഞ് പറഞ്ഞു, ഗലീലിയൻ, ഞാൻ തോൽക്കുകയല്ല, ഇതെൻ്റെ വിജയം. ഇതെൻ്റെ വിജയം. ആത്യന്തികമായ ആ സത്യത്തിന്റെ മുമ്പിൽ, നമ്മെ തലോടുന്ന ആ സ്നേഹത്തിന്റെ മുമ്പിൽ നമുക്ക് പറയാം, ഇതെന്റെ വിജയം, ഇതെന്റെ വിജയം. നസ്രായനേ, നിന്നെ തിരിച്ചറിയുന്നത്, നിന്റെ കരസ്പർശം അനുഭവിക്കുന്നത് എന്റെ വിജയം. ഈ രാത്രി ആ ഗലീലിയൻ നമ്മുടെ മധ്യത്തിൽ വചനം ജഡമെടുത്ത് ശരീരധാരിയായി എന്നെയും നിന്നെ രക്ഷിക്കാൻ, തഴുകാൻ, ആശ്വസിപ്പിക്കാൻ കരുത്തോടെ, ശക്തിയോടെ നമ്മുടെ മധ്യത്തിലുണ്ട്. സകല മഹത്വവും അവൻ അർപ്പിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ഈ നസ്രായനോട് പ്രാർത്ഥിക്കാം. അപ്പാ, നീ ജഡമെടുത്തത് അടിക്കിന് വേണ്ടി, നീ പ്രാണൻ വെടിഞ്ഞത് അടിക്കിന് വേണ്ടി, നിന്റെ പ്രാണനാൽ, നിന്റെ രക്തത്തിൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നീ ഞങ്ങൾക്ക് തന്നു. ആ വീണ്ടെടുപ്പിന് നന്ദി പറയാ. ഈ ഘട്ടത്തിൽ ഒന്നുകൂടി ആ ഗലീലിയനോട് ചേർന്ന് ജഗജീവിതം നയിക്കാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. എനിക്കവനെ അനുഗതാപനം ചെയ്യണം. എനിക്കവന് വേണ്ടി ഉറപ്പോടെ നിൽക്കണം. എനിക്കവന്റെ സാക്ഷിയാകണം. എനിക്കവന് വേണ്ടി പാടണം. എനിക്കവന് വേണ്ടി പ്രസംഗിക്കണം. ശിഷ്ടായുസ് എത്രയുമായിക്കൊള്ളട്ടെ, എനിക്ക് പാടി എനിക്ക് പ്രസംഗിച്ച് എനിക്കവനെ അനുധാവനം ചെയ്ത് ആരാധിച്ച് എനിക്കവനൊപ്പം നടക്കണം. ഗലീലിയൻ, നീ എന്റെ അന്തസ്സാണ്, നീ എന്റെ അഭിജാത്യമാണ്, നീ എന്റെ ശക്തിയാണ്, നീ എന്റെ അഭിമാനമാണ്. ഈ യേശുവിനെ ഇന്ന് രാത്രി അകത്തും പുറത്തും ആർക്കാവശ്യമുണ്ട്? ഞാൻ മനസ്സിലാക്കുന്നു, ഇവിടെ ഇരിക്കുന്ന സകലരും അവനെ അനുധാവനം ചെയ്തവർ. പക്ഷേ ന്യായമായൊരു ചോദ്യം, ഒരാളെങ്കിലും യേശുവിനെ കൂടാതുണ്ടോ? ഗലീലിയൻ, ഞാൻ നിന്നെ അനുഗമിക്കുന്നു എന്ന് പറയാൻ എത്ര പേർക്ക് ഈ രാത്രി ദൂരത്തും ചാരത്തും കഴിയും? ഞങ്ങൾ കാണുന്നില്ലെങ്കിലും, അല്ല ഈ പന്തലിലുണ്ടെങ്കിലും നിങ്ങൾക്ക് യേശുവിനെ അനുഗമിക്കാൻ കഴിയുമെങ്കിൽ കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. തീർച്ചയായും നിങ്ങളിൽ ആരുണ്ട്? അടുത്ത ഒന്നുകൂടി ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങളിൽ ഒരാൾക്കെങ്കിലും സ്നാനമേറ്റ് യേശുവിനോട് ചേരാൻ മനസ്സുണ്ടോ? ഒരവസരം എനിക്ക് തരുമെങ്കിൽ ഞാൻ നിനക്കൊപ്പം. ആർക്കാഗ്രഹമുണ്ട് അവർക്കും കരമുയർത്താം.
അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കും. തീർച്ചയായും കരമുയർത്തിയവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ തൊടട്ടെ. എനിക്ക് യേശുവിന് വേണ്ടി നിൽക്കണം, യേശുവിനെ പ്രസംഗിക്കണം, യേശുവിനായി അവസാന ശ്വാസം വരെ നിൽക്കണം. വിശുദ്ധന്മാർക്കൊരിക്കലായി വരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ആഗ്രഹിക്കുന്നവർ മാത്രം, ആത്മാവ് ഹേവിക്കുന്നവർക്ക് മാത്രം കരമുയർത്താം. യേശുവിന് വേണ്ടി നിൽക്കാൻ, അവസാന നിമിഷത്തിലും യേശുവിന് വേണ്ടി നിൽക്കാൻ ആ ത്രസിക്കുന്ന ഹൃദയത്തോടെ, ആ വലിയ താല്പര്യത്തോടെ, കെട്ടടങ്ങാത്ത ആവേശത്തോടെ നമുക്ക് യേശുവിനെ അനുധാവനം ചെയ്യാം. കൊയർ അനിവാര്യമായ ഒരു ഗാനം പാടുകയും തുടർന്നുള്ള ശുശ്രൂഷകൾ ദൈവവൃത്തന്മാർ നിർവഹിക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.